ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. കൂട്ടുകാരെ, ഒരു ബഡ്ജറ്റ് അവതരണം കൂടി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? കേന്ദ്ര ബഡ്ജറ്റ് 2026-27 കാലയളവിലേക്കുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച ഫെബ്രുവരി 1 പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. കൂട്ടുകാരെ, അടുത്ത ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസയോടും കൂടി ഈ ബഡ്ജറ്റിലെ വസ്തുതകൾ ഓരോന്നും നമുക്ക് പഠിച്ചെടുക്കാം. ഒരുപാട് ചോദ്യങ്ങളുടെ ഉറവിടമാണ് ഇത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ OA പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? നിർമ്മല സീതാരാമൻ. അതുപോലെ തന്നെ കഴിഞ്ഞ BDയുടെ പ്രിലിംസിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ചോദ്യം? ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫലപ്രദമായ റവന്യൂ കമ്മി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരുപാട് പദ്ധതികളെക്കുറിച്ചും PSC എപ്പോഴും ചോദിക്കാറുണ്ട്. എവിടെ നിന്ന്? ബഡ്ജറ്റിൽ നിന്ന്. ഞാൻ ആദ്യമായി നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് വേറൊന്നുമല്ല, നമ്മുടെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ചാപ്റ്റർ പഠിച്ചെടുക്കുന്നുണ്ട്. അവിടെ ബഡ്ജറ്റിലെ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ബഡ്ജറ്റ് എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത് ഫ്രഞ്ച് വാക്കായ ബൊഗറ്റിൽ നിന്നാണ് പറയുന്നുണ്ട്. ഈ ബൊഗറ്റ് എന്ന വാക്കിന്റെ അർത്ഥം സഞ്ചിയാണെന്നും 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, സർക്കാരിന്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബഡ്ജറ്റ് എന്ന പദം എന്ത് ചെയ്തിരിക്കുന്നത്, രൂപം കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 11ാം നൂറ്റാണ്ടിലാണ് ബഡ്ജറ്റ് ആദ്യമായി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി, പ്രത്യേകിച്ച് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടിയാണെന്നും പറയുന്നുണ്ട്. അടുത്തതിലേക്ക് പോകാൻ കൂട്ടുകാരെ, 2026-27 കേന്ദ്ര ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമൻ, നമ്മുടെ ധനകാര്യ മന്ത്രി. ഓർക്കുക, 2026 ഫെബ്രുവരി 1 അതൊരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി ഫെബ്രുവരി 1 തന്നെ എന്ത് ചെയ്തു? ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കൂട്ടുകാരെ, ബഡ്ജറ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ, ആരാണ് നമ്മുടെ സ്പീക്കർ? ഓം ബിർല. ബഹുമാനപ്പെട്ട സ്പീക്കർ, മാഘ പൗർണമിയുടെയും ഗുരു രവിദാസിന്റെയും ജന്മവാർഷികത്തിന്റെ ഈ പുണ്യ അവസരത്തിൽ ഞാൻ, അതായത് നിർമ്മല സീതാരാമൻ, 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. അപ്പോൾ 1-2 ചോദ്യങ്ങൾ വരും. ആരാണ് ഈ ഗുരു രവിദാസ്? നോക്കാം കൂട്ടുകാരെ. ഈ വരികളോടുകൂടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇദ്ദേഹമാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഇദ്ദേഹമാണ് ഗുരു രവിദാസ്. ഇത് ഗുരു രവിദാസിന്റെ ഒരു ചിത്രമാണ്. നോക്കാം, പഞ്ചാബിലെ ദലിത് വിഭാഗമാണ് രവിദാസിയകൾ. ഓർക്കുക, പഞ്ചാബിലെ ദലിത് വിഭാഗമാണ് രവിദാസികൾ. ഇവരുടെ ആചാര്യനാണ് 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയും സന്യാസിയുമായ ഗുരു രവിദാസ്. ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ ഫെബ്രുവരി 1 തന്നെ ബഡ്ജറ്റ് എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. ഫെബ്രുവരി 1 ഞായറാഴ്ച തന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഓർക്കുക, അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളം, അതായത് ശ്രീ ഗുരു രവിദാസിന്റെ ആദരസൂചകമായിട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആദംപൂർ വിമാനത്താവളത്തെ എന്ത് ചെയ്തു? പുനർനാമകരണം ചെയ്തു. എങ്ങനെയാണ് പുനർനാമകരണം ചെയ്തത്? ശ്രീ ഗുരു രവിദാസ് മഹാരാജ് വിമാനത്താവളം എന്നാണ് ഇതിനെന്ത് ചെയ്തത്? പുനർനാമകരണം ചെയ്തത്. കൂട്ടുകാരെ, മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. കഴിഞ്ഞ പത്മ അവാർഡ്, അതായത് 2026 റിപ്പബ്ലിക് ദിനത്തിന്റെ തലേ ദിവസം പ്രഖ്യാപിച്ച പത്മശ്രീ പുരസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഈ പറയുന്ന നമ്മുടെ ഗുരു രവിദാസിന്റെ അനുയായികൾ പിന്തുടരുന്ന ഒരു സംഘടനയുണ്ട്. ധൈര സച്ഖണ്ഡ് എന്നാണ് ആ സംഘടനയുടെ പേര്. ഈ ധൈര സച്ഖണ്ഡിന്റെ ഇപ്പോഴത്തെ മേധാവിയായ സദ് നിരഞ്ജൻ ദാസിന് ഇപ്പോൾ എന്ത് കൊടുത്തു? പത്മശ്രീ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആദംപൂർ വിമാനത്താവളത്തിന് ഇദ്ദേഹത്തിന്റെ ഗുരു രവിദാസിന്റെ പേര് കൊടുക്കുക മാത്രമല്ല ചെയ്തത്. അദ്ദേഹം അവിടെ, എവിടെ? ജലന്ധറിനടുത്തുള്ള ബെല്ലൻ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്ന് അവിടെ പ്രസംഗിച്ചു. എന്താണ്? 2047 കൂടി ഇന്ത്യ ഒരു വികസിത രാജ്യമാകും. ഈ ഒരു ആശയം ഞാൻ ആരിൽ നിന്നാണ് പ്രചോദനം എടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന ഗുരു രവിദാസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യ 2047 കൂടി ഒരു വികസിത രാജ്യമായി മാറും എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു വലിയ തള്ളക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തള്ളി മറിച്ചിട്ടുണ്ട്. നോക്കാം കൂട്ടുകാരെ ശ്രദ്ധിക്കുക, 2026-27 കേന്ദ്ര ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ ധരിച്ചിരുന്ന സാരി. കഴിഞ്ഞ തവണ അവർ അവതരിപ്പിച്ചിരുന്ന സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പലപ്പോഴും PSC ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ തവണ അവതരിപ്പിച്ചത് ഏത് സാരി ധരിച്ചാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാവുന്നതാണ്. കൂട്ടുകാരെ, ഇത്തവണ അവതരിപ്പിച്ചത് അവര് കാഞ്ചീപുരം പട്ടുസാരി, തമിഴ്നാട്ടിലെ ചോള സാമ്രാജ്യം മുതലേ പ്രചാരത്തിലുള്ള അവരുടെ വലിയൊരു ഒരു പ്രസ്റ്റീജിയസ് ഐറ്റമാണ് ഇത്. ഈ പറയുന്ന കാഞ്ചീപുരം സാരി, മജന്ത നിറത്തിലുള്ള കാഞ്ചീപുരം പട്ടുസാരി ധരിച്ചാണ് നിർമ്മല സീതാരാമൻ എന്ത് അവതരിപ്പിച്ചത്? ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? ഇപ്പോൾ നിർമ്മല സീതാരാമൻ. കഴിഞ്ഞ വർഷമേ ആ റെക്കോർഡ് ആർക്ക് കിട്ടിയിരുന്നു? നിർമ്മല സീതാരാമന് കിട്ടിയിരുന്നു. ഇപ്പോൾ 9 തവണ തുടർച്ചയായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്?
ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. 2019 മുതൽ 2026 വരെ. കൃത്യമായിട്ട് പറഞ്ഞാൽ 2019 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വാർഷിക ബഡ്ജറ്റ് മുതൽ 2026 വാർഷിക ബഡ്ജറ്റ് വരെ 9 ബഡ്ജറ്റുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? നിർമ്മല സീതാരാമൻ. സത്യത്തിൽ ഇതിൽ 8 വാർഷിക ബഡ്ജറ്റുകളും ഒരു ഇടക്കാല ബഡ്ജറ്റും. 2024 തെരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾക്കറിയാം. അന്നേരം ഒരു ഇടക്കാല ബഡ്ജറ്റ് കൂടി അവതരിപ്പിച്ചു നിർമ്മല സീതാരാമൻ. അങ്ങനെയാണ് മൊത്തം 9 ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്ന് പറയുന്നത് നിർമ്മല സീതാരാമന്റേതായിട്ട് പറയുന്നത്. 9 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച മറ്റൊരു വ്യക്തി ഉണ്ട് കൂട്ടുകാരെ. അത് ആര് എന്ന് ചോദിച്ചാൽ പി ചിദംബരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ന്യായമായും ഉണ്ടാകുന്നൊരു സംശയം, എന്നാൽ തുടർച്ചയായി എന്ന വാക്ക് PSC ചോദിക്കുന്നില്ല, വെറുതെ PSC ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? അത് 10 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പല ഇടവേളകളിലായി 8 വാർഷിക ബഡ്ജറ്റും 2 ഇടക്കാല ബഡ്ജറ്റും അവതരിപ്പിച്ചു? മൊറാർജി ദേശായി അവതരിപ്പിച്ചു. ബഡ്ജറ്റ് ആദ്യമായി അവതരിപ്പിക്കുന്ന വനിത ആരാണ്? അത് സാക്ഷാൽ ഇന്ദിരാഗാന്ധിയാണ്. 1970 ഫെബ്രുവരി 28. നിങ്ങൾക്കറിയാവുന്നതുപോലെ 69 ജൂലൈ 19 14 ബാങ്കുകളെ ദേശസൽക്കരിച്ചു? ഇന്ദിരാഗാന്ധി ദേശസൽക്കരിച്ചു. അത് കഴിഞ്ഞു വരുന്ന 1970 ഫെബ്രുവരി 28 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ബാങ്ക് ദേശസാൽക്കരണം എന്ന തീരുമാനവുമായി ഇന്ദിരാഗാന്ധി മുന്നോട്ട് പോയപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്ത അന്നത്തെ ധനകാര്യമന്ത്രി മൊറാർജി ദേശായി രാജിവെക്കുകയും തുടർന്ന് ധനകാര്യ വകുപ്പ് കൂടി ഏറ്റെടുക്കുകയായിരുന്നു? ഇന്ദിരാഗാന്ധി ഏറ്റെടുക്കുകയായിരുന്നു. ആ കോണ്ടെക്സ്റ്റിലാണ് 1970 ഫെബ്രുവരി 28 ബഡ്ജറ്റ് ഒരു വനിത എന്ന നിലയിൽ അവതരിപ്പിച്ചത്? ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചത്. ഓർക്കുക, ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ, അതായത് പ്രധാനമന്ത്രിയായിരിക്കെ ബഡ്ജറ്റ് അവതരിപ്പിച്ചവർ ആരൊക്കെയാണ്? അത് ആദ്യമേ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് 1958. രണ്ടാമത് ഇന്ദിരാഗാന്ധി 1970. മൂന്നാമത് രാജീവ് ഗാന്ധി 1987. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രധാനമന്ത്രിയായിരിക്കെ ബഡ്ജറ്റ് അവതരിപ്പിച്ചവർ ആരെല്ലാമാണ്? ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങിയ 3 വ്യക്തികൾ. ഓർക്കുക, ഇന്ത്യൻ കണക്ക് പുസ്തകങ്ങളെ ഓർപ്പിക്കുന്ന ചുവന്ന തുണിയിൽ നിങ്ങൾക്ക് ഈ പിക്ചർ കാണാൻ സാധിക്കുന്നതാണ്. പണ്ട് തൊട്ടേ നമ്മൾ ബഡ്ജറ്റ് കാണുന്നത് ഒരു ബ്രീഫ് കേസിലാണ്. പക്ഷെ നിർമ്മല സീതാരാമൻ 2019 ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ ബ്രീഫ് കേസിന് പകരം ഈ ഒരു സഞ്ചിയിലാണ് എന്ത് ചെയ്യുന്നത്? ബഡ്ജറ്റ് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്. 2019 20 ഈ 2 വർഷങ്ങളിലും ഇതിനകത്ത് ബഡ്ജറ്റ് രേഖകളായിരുന്നു, മീൻസ് പേപ്പേഴ്സ് ആയിരുന്നു. 2021 ആദ്യത്തെ പേപ്പർലെസ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു, അതായത് ടാബ്ലറ്റിൽ കൊണ്ടുപോയി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അപ്പോൾ ഈ സഞ്ചിയിലാണ് ബഡ്ജറ്റ് 2019 മുതൽ അവതരിപ്പിക്കാൻ ആരംഭിച്ചത്. നോക്കാം, ഇന്ത്യൻ കണക്ക് പുസ്തകങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചുവന്ന തുണിയിൽ പൊതിഞ്ഞുള്ള ബഗി ഖാത്ത സഞ്ചിയിലാണ് ഇത്തവണയും നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തത്, പേപ്പർ രഹിത ബഡ്ജറ്റ് ആയതിനാൽ ഈ ചുവന്ന സഞ്ചിക്കുള്ളിൽ ഇത്തവണ ടാബ്ലറ്റ് ആണ് ആര് കൊണ്ടുവന്നത്? ടാബ് കൊണ്ടുപോയി അത് വായിക്കുകയായിരുന്നു ആര് ചെയ്തത്? നിർമ്മല സീതാരാമൻ. ബ്രീഫ് കേസിന് പകരം ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ബഹി ഖാത്ത സഞ്ചിയിൽ ബഡ്ജറ്റ് രേഖകൾ കൊണ്ടുവരുന്ന രീതി എന്നു മുതലാണ് നിർമ്മല സീതാരാമൻ ആരംഭിച്ചത്? 2019 മുതലാണ്. ആദ്യത്തെ പേപ്പർലെസ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. 2021 ആരാണ്? നിർമ്മല സീതാരാമനാണ്. ഓർക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2026-27 കേന്ദ്ര ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം കൂട്ടുകാരെ അറിഞ്ഞിരിക്കുക. 1 മണിക്കൂർ 25 മിനിറ്റ് അല്ലെങ്കിൽ 85 മിനിറ്റ് ആണ് ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം എത്രയായിരുന്നു? 1 മണിക്കൂർ 14 മിനിറ്റ്. 1 മണിക്കൂർ 14 മിനിറ്റ്. ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് പ്രസംഗം നടത്തിയതും ആ റെക്കോർഡ് ആർക്ക് തന്നെയാണ്? നിർമ്മല സീതാരാമന് തന്നെയാണ്. 2020-21 ആ ബഡ്ജറ്റ് പ്രസംഗം അവർ നടത്താനെടുത്ത സമയം എന്ന് പറയുന്നത് 2 മണിക്കൂർ 42 മിനിറ്റ് ആണ്. ദേഹസ്വാസ്ഥ്യത്തെ തുടർന്ന് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് പിന്നീട് അവർ എന്ത് ചെയ്തത്? ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അന്ന് ഏകദേശം 2 മണിക്കൂർ 42 മിനിറ്റ് എടുത്താണ് ആ ബഡ്ജറ്റ് പ്രസംഗം പൂർത്തിയാക്കിയത്? നിർമ്മല സീതാരാമൻ പൂർത്തിയാക്കിയത്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റ് പ്രസംഗം നടത്തിയതിന്റെ റെക്കോർഡും നിർമ്മല സീതാരാമന് തന്നെയാണ്. സമയദൈർഘ്യം 57 മിനിറ്റ്, 1 മണിക്കൂറിൽ താഴെ. കൃത്യമായിട്ട് പറഞ്ഞാൽ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഇടക്കാല ബഡ്ജറ്റ് അവതരണ വേളയിൽ
ആ ഇടക്കാല ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 6 മാസത്തേക്ക് സർക്കാരിന്റെ വരവ് ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഇടക്കാല ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ഇടക്കാല ബഡ്ജറ്റ് അവതരണ വേളയിൽ അവരെടുത്ത സമയം എന്ന് പറയുന്നത് 57 മിനിറ്റ് ആണ്. അപ്പോൾ ഈ സ്ലൈഡിൽ നിന്നും കണ്ട കാര്യങ്ങൾ ഓക്കെയാണ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ദൈർഘ്യം കൂടിയ ബഡ്ജറ്റിന്റെയും കുറഞ്ഞ ബഡ്ജറ്റിന്റെയും ഞാൻ ഉദ്ദേശിക്കുന്നത് സമയദൈർഘ്യമാണ്. സമയദൈർഘ്യം ഏറ്റവും കൂടിയതിന്റെയും കുറഞ്ഞതിന്റെയും റെക്കോർഡ് ആർക്ക് തന്നെയാണ്? നിർമ്മല സീതാരാമന് തന്നെയാണ്. അടുത്തത് ഓർക്കുക, എന്നാൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉദ്ധരിച്ചതാരാണ്? അത് സാക്ഷാൽ നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്. 1991 നിങ്ങൾക്കറിയാം പുത്തൻ സാമ്പത്തിക നയം ഉടലെടുത്ത വർഷമാണ്. ഈ പുത്തൻ സാമ്പത്തിക നയത്തോടനുബന്ധിച്ച് അന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ മൻമോഹൻ സിംഗ് എടുത്ത വാക്കുകളുടെ എണ്ണം, അല്ലെങ്കിൽ ആ പ്രസംഗത്തിൽ ബഡ്ജറ്റ് അവതരണ വേളയിൽ മൻമോഹൻ സിംഗ് ഉദ്ധരിച്ച വാക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 18,700 വാക്കുകളായിരുന്നു. അപ്പോൾ ബഡ്ജറ്റ് അവതരണ വേളയിൽ വാക്കുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉദ്ധരിച്ചതിന്റെ റെക്കോർഡ് മൻമോഹൻ സിംഗിനാണ്. തൊട്ടടുത്ത് 2ാം സ്ഥാനം വന്നിരിക്കുന്നത് അരുൺ ജെയ്റ്റ്ലിയാണ്. 2017 നടത്തിയ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗം 18,600ഓളം വാക്കുകൾ ആര് ഉദ്ധരിച്ചിരുന്നു? അരുൺ ജെയ്റ്റ്ലി ഉദ്ധരിച്ചിരുന്നു. നോക്കുക, ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചത് HM പട്ടേൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം 1977 ഇടക്കാല ബഡ്ജറ്റ് അവതരണ വേളയിൽ നടത്തിയ ബഡ്ജറ്റ് പ്രസംഗത്തിൽ വെറും 800 വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓർക്കുക, 2017 മുതലാണ് കേന്ദ്ര ബഡ്ജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കാൻ ആരംഭിച്ചത്. എങ്ങനെ? 2017 മുതലാണ് ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രീതി കൊണ്ടുവന്നത്. അതിനു മുമ്പ് ഫെബ്രുവരി മാസത്തിലെ അവസാനത്തെ പ്രവൃത്തി ദിനത്തിലായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. പ്രായോഗികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് 28, അതായത് ഫെബ്രുവരി മാസത്തിലെ അവസാന പ്രവൃത്തി ദിനത്തിൽ അവതരിപ്പിക്കുന്നതിന് പകരം ഫെബ്രുവരി 1 തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ആരംഭിച്ചത്. കൂട്ടുകാരെ, ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രീതി ആദ്യമായി കൊണ്ടുവന്നത് മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി ആണെന്ന് കൂടി മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, എന്നു മുതലാണ് റെയിൽവേ ബഡ്ജറ്റും പൊതു ബഡ്ജറ്റും ഒരുമിച്ച് അവതരിപ്പിക്കാൻ തുടങ്ങിയത്? പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ആദ്യം റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കും, അതിനുശേഷമായിരിക്കും പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ രണ്ടും ഒരുമിച്ച് അവതരിപ്പിക്കാൻ ആരംഭിച്ചത് എന്നു മുതലാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 2017 തന്നെയാണ്. സത്യത്തിൽ ഇതിനു വേണ്ടി ശുപാർശ കൊടുത്ത ഒരു കമ്മിറ്റിയുണ്ട്, ബിബേഗ് ദെബ്രോയ് കമ്മിറ്റി. ഈ ബിബേഗ് ദെബ്രോയ്ക്ക് രാജ്യം 2025 മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ കൊടുത്ത് ആദരിച്ചിരുന്നു. ഓർക്കുക, ബിബേഗ് ദെബ്രോയ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 2017 മുതൽ റെയിൽവേ ബഡ്ജറ്റും പൊതു ബഡ്ജറ്റും ഒരുമിച്ച് അവതരിപ്പിക്കാൻ ആരംഭിച്ചത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടും പണ്ട് മുതൽക്കേ രണ്ടായിട്ടാണ് അവതരിപ്പിച്ചിരുന്നത്. ആദ്യം റെയിൽവേ ബഡ്ജറ്റ്, അതിനുശേഷമായിരിക്കും പൊതു ബഡ്ജറ്റ്. ഈ ഒരു രണ്ടായിട്ട് അവതരിപ്പിക്കുന്ന രീതി ആരംഭിക്കുന്നത് 1924 അപ്പോൾ സത്യത്തിൽ 1924 മുതൽ 2016 വരെ ആദ്യം റെയിൽവേ ബഡ്ജറ്റ്, അതിനുശേഷം പൊതു ബഡ്ജറ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരും, 1924 റെയിൽവേ ബഡ്ജറ്റ് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശുപാർശ കൊടുത്തതാര്? അല്ലെങ്കിൽ റെയിൽവേ ബഡ്ജറ്റിനെ പൊതു ബഡ്ജറ്റിൽ നിന്നും വേർപെടുത്തി ഒറ്റയ്ക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശുപാർശ കൊടുത്തതാര്? കൂട്ടുകാരെ ശ്രദ്ധിക്കുക, 1921 ആക്വർത്ത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റെയിൽവേ ബഡ്ജറ്റിനെ പൊതു ബഡ്ജറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നത്? വേർപെടുത്തി ഇൻഡിവിജ്വലി അവതരിപ്പിക്കുന്നത്. ഓർക്കുക, 1924 മുതൽ റെയിൽവേ ബഡ്ജറ്റ് പ്രത്യേകം അവതരിപ്പിക്കാൻ തുടങ്ങി. ഈ പ്രവണത 2016 വരെ നീണ്ടു നിന്നു. തുടർന്ന് 2017 ആരുടെ ശുപാർശ പ്രകാരം? ബിബേഗ് ദെബ്രോയ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രണ്ടും ഒരുമിച്ച് അവതരിപ്പിക്കാൻ തുടങ്ങി. 2017 ഇത് രണ്ടും പിന്നീട് ഒരുമിച്ച് അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് അരുൺ ജെയ്റ്റ്ലി എന്ന് തന്നെയാണ്. അപ്പോൾ 2017 എന്ന വർഷത്തിന് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രീതി കൊണ്ടുവന്നു. 2, റെയിൽവേ ബഡ്ജറ്റും പൊതു ബഡ്ജറ്റും ഒരുമിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? അവതരിപ്പിക്കാൻ തുടങ്ങി. ഓർക്കുക, ശ്രദ്ധിക്കുക കൂട്ടുകാരെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 1860 ഏപ്രിൽ 7 സാക്ഷാൽ ജെയിംസ് വിൽസൺ ആണ്. നിങ്ങൾക്കറിയാം, അന്ന് ബ്രിട്ടന്റെ വൈസ്രോയ് ആയിരുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ വൈസ്രോയ് ആയിരുന്നത് കാനിങ് പ്രഭുവാണ്. കാനിങ് പ്രഭുവിന്റെ കീഴിൽ ഫിനാൻസ് മെമ്പർ ആയിരുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ ജെയിംസ് വിൽസൺ. അപ്പോൾ ജെയിംസ് വിൽസൺ ആണ് 1860 ഏപ്രിൽ 7 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമേ എന്ത് അവതരിപ്പിക്കുന്നത്? ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തെ ബഡ്ജറ്റിന്റെ പിതാവെന്ന് വിളിക്കാറുണ്ടെങ്കിലും ബഡ്ജറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഇന്ത്യക്കാരൻ സാക്ഷാൽ PC മഹലനോബിസ് ആണ്. അപ്പോൾ യഥോചിതം ഓപ്ഷൻ കണ്ട് ഉത്തരം എഴുതുക. ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ്
ബ്രിട്ടീഷുകാരൻ ജെയിംസ് വിൽസണും ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരൻ അത് സാക്ഷാൽ PC മാലനോബിസുമാണ്. ഓർക്കുക, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു 1947 നവംബർ മാസം 26-ാം തീയതി RK ഷൺമുഖം ചെട്ടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. സത്യത്തിൽ RK ഷൺമുഖം ചെട്ടി ബഡ്ജറ്റ് അവതരണത്തിന് ശേഷമാണ് നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുന്നത്. തുടർന്നാണ് മലയാളിയായ നമ്മുടെ ജോൺ മത്തായി ധനകാര്യമന്ത്രിയാകുന്നത്. ഓർക്കുക, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടി തന്നെയാണ്. 46-47 കാലയളവിലെ ഒരു ഇടക്കാല മന്ത്രിസഭയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഇടക്കാല മന്ത്രിസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ലീഗിന്റെ പ്രതിനിധിയായി വന്ന ലിയാഖത്ത് അലി ഖാൻ ആണ്. ആരാണ്? ലിയാഖത്ത് അലി ഖാൻ. ബഡ്ജറ്റ് രേഖകൾ ആദ്യമായി ഹിന്ദിയിൽ അവതരിപ്പിക്കുന്നത് ആരുടെ കാലം മുതൽ എന്ന് ചോദിച്ചാൽ CD ദേശ്മുഖിന്റെ കാലം മുതലാണ്. ഓർക്കുക, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. CD ദേശ്മുഖിന്റെ പ്രത്യേകത RBI ഗവർണർ പദവിയിൽ ഇരുന്നതിന് ശേഷം 1950 മുതൽ 56 വരെ നെഹ്റു മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് CD ദേശ്മുഖ്. ഈ CD ദേശ്മുഖിന്റെ കാലം മുതലാണ് ബഡ്ജറ്റ് രേഖകൾ ഹിന്ദിയിൽ കൂടി തയ്യാറാക്കുന്ന ഒരു രീതി ആരംഭിച്ചത്. കൂട്ടുകാരെ, 1-2 വസ്തുതകൾ കൂടി പറഞ്ഞതിന് ശേഷം 26-27 ബഡ്ജറ്റിലേക്ക് നമ്മൾ പോകുന്നു. ബഡ്ജറ്റ് എന്ന വാക്ക് ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല. പകരം പരാമർശിക്കുന്ന വാക്ക് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഒന്നുകൂടെ ആവർത്തിക്കാമോ? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 112 ആണ്. എന്താണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന വാക്ക് കൊണ്ട് 112 ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്? വരാൻ പോകുന്ന സാമ്പത്തിക വർഷം നമ്മുടെ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവുകളുടെയും ചെലവുകളുടെയും ഒരു സംഹിതയാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇതെന്തിനാണ് വർഷം തോറും പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സർക്കാരിന്റെ പ്രധാനപ്പെട്ട എല്ലാ വരവുകളും, സർക്കാർ കടമെടുക്കുന്നതാണെങ്കിലും ഞങ്ങളും നിങ്ങളും ഒക്കെ അടയ്ക്കുന്ന നികുതി പണമാണെങ്കിലും നികുതി ഇതര വരുമാനങ്ങളാണെങ്കിലും സർക്കാരിന്റെ മിക്കവാറും എല്ലാ വരുമാനങ്ങളും വന്ന് വീഴുന്നത് ഈ പറയുന്ന കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 266 ക്ലോസ് 1 ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് ഈ പണമെല്ലാം വന്ന് വീഴുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് സർക്കാരിന്റെ എല്ലാ ചെലവുകൾക്ക് വേണ്ട പണം എടുക്കുന്നത്. ഒരു കുഴപ്പമുണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും 1 രൂപ പോലും ചെലവാക്കുന്നതിന് സർക്കാരിന് ആരുടെ അനുമതി വേണം? പാർലമെന്റിന്റെ അനുമതി വേണം. അപ്പൊ ടെക്നിക്കലി എന്തിനാണ് വർഷം തോറും പാർലമെന്റിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ഇതാണ് ഉത്തരം. വരാൻ പോകുന്ന സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്ന ചെലവുകൾക്ക് വേണ്ട പണം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ചെലവഴിക്കുന്നതിന് വേണ്ട പാർലമെന്റിന്റെ അനുമതിക്ക് വേണ്ടിയിട്ടാണോ വർഷം തോറും പാർലമെന്റിൽ എന്ത് അവതരിപ്പിക്കുന്നത്? ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർക്കുക, ഇനി നമ്മൾ നേരെ പോകുന്നത് ഇത്തവണത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട വസ്തുതകളിലേക്കാണ് കൂട്ടുകാരെ. അപ്പോൾ നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്ന സാരിയെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അവർ പറയുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും 3 മൂല്യങ്ങളാണ് നമ്മുടെ സർക്കാർ, അതായത് നമ്മുടെ ഭാരത സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ കൽപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന 3 മൂല്യങ്ങൾ? ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത് ഈ 3 മൂല്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. 1 കർമ്മം, 2 പരിഷ്കരണം, 3 ജനക്ഷേമം. എന്താണ് കർമ്മം? ജനങ്ങളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാകാതെ പകരം വ്യക്തമായ പ്രവർത്തനത്തിലൂന്നിയുള്ള ഒരു പോക്കായിരുന്നു കഴിഞ്ഞ 12 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെതാണെന്നാണ് ഇവർ പറയുന്നത്. അടുത്തത് പരിഷ്കരണം. വെറും വാക്കുകൾക്ക് പകരം ചാരുത നടത്തി ജനങ്ങളെ കോരിത്തെരിപ്പിക്കുന്നതിന് പകരം ഫലപ്രദമായ പ്രവൃത്തിയിലൂന്നിയുള്ള മാറ്റങ്ങളാണ് ആര് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്? നരേന്ദ്രമോദി സർക്കാർ. മൂന്നാമത്തേത് ജനപ്രിയ പ്രീണന രാഷ്ട്രീയത്തിന്, ജനങ്ങളെ പ്രീണപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപനങ്ങൾ നടത്തി ബോറടിപ്പിക്കുന്നതിന് പകരം സത്യത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ നന്മ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്നാണ് കഴിഞ്ഞ 12 വർഷം ഇവർ നടത്തിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് കഴിഞ്ഞ 12 വർഷം ഇവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത്? കർമ്മം, പരിഷ്കരണം, ജനക്ഷേമം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നോക്കാം. കഴിഞ്ഞ 12 വർഷത്തിൽ ഇവർ നടത്തിയ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കർമ്മം,
അതുപോലെ തന്നെ പരിഷ്കരണം, ജനക്ഷേമം എന്നീ 3 മൂല്യങ്ങളിലൂന്നി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമുക്ക് ഈ താഴെ പറയുന്ന കാര്യങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് സ്ഥിരത, രണ്ടാമത്തേത് സാമ്പത്തിക അച്ചടക്കം, മൂന്നാമത്തേത് തുടർച്ചയായ വളർച്ച, നാലാമത്തേത് നിയന്ത്രിത പണപ്പെരുപ്പം. ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ ചില വാക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എന്താണ് ഈ സ്ഥിരത? സാമ്പത്തിക രംഗത്തെ ഉറച്ച ചുവടുവയ്പ്പുകൾ. സാമ്പത്തിക അച്ചടക്കം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിച്ചുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നു. തുടർച്ചയായ വളർച്ച, ഏതാണ്ട് 7.4% ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നുണ്ട്. നിയന്ത്രിത പണപ്പെരുപ്പം, വിലക്കയറ്റം മിതമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചു നിർത്തുന്നുണ്ട്. അമിതമായി ആകുന്നില്ല. അമിതമായ വിലക്കയറ്റത്തിലേക്ക് പോകുന്നതിന് കൃത്യമായ നടപടികൾ പോകുന്നതിനെ അമിതമായ വിലക്കയറ്റം ഉണ്ടാകുന്നതിന് രൂക്ഷമായ വിലക്കയറ്റം തടഞ്ഞുകൊണ്ടുള്ള നടപടികൾ ഒരുപാട് തവണ സ്വീകരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 12 വർഷത്തിൽ ഇത്തരം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി താഴെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്ഥിരത, സാമ്പത്തിക അച്ചടക്കം, തുടർച്ചയായ വളർച്ച, അതുപോലെ തന്നെ നിയന്ത്രിത പണപ്പെരുപ്പം. ഓർക്കുക, 7% എന്ന, അപ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ കണ്ട കാര്യം എന്തൊക്കെയാണ്? ഒന്ന്, കഴിഞ്ഞ 12 വർഷമായി 3 മൂല്യങ്ങളിലൂന്നിയാണ് പ്രവർത്തിക്കുന്നത്. ഈ 3 മൂല്യങ്ങളിലൂന്നി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി 4 കാര്യങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്ഥിരത, സാമ്പത്തിക അച്ചടക്കം, തുടർച്ചയായ വളർച്ച, നിയന്ത്രിത പണപ്പെരുപ്പം. അടുത്ത പറയുന്നത് 7% എന്ന ഉയർന്ന വളർച്ച നിരക്ക് കൈവരിക്കാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കാര്യമായ മുന്നേറ്റം നടത്താനും ജനങ്ങളുടെ ജീവന നിലവാരം മെച്ചപ്പെടുത്താനും സഹായിച്ച നടപടികൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഈ മൂല്യങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അതും മൂല്യങ്ങളാണ്, വാല്യൂസ് ആണ്. അതിനുശേഷം നമ്മൾ കണ്ടത് കൈവരിച്ച നേട്ടങ്ങളാണ്. എന്നാൽ മൂല്യങ്ങളിലൂന്നി അവർ എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ 12 വർഷം ചെയ്തത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. 1, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. 2, കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചു. 3, കുടുംബങ്ങളുടെ വാങ്ങൽ ശേഷി, പർച്ചേസിംഗ് പവർ കൂട്ടി. 4, പൊതു നിക്ഷേപത്തിന് ശക്തമായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റിന് ശക്തമായ ഊന്നൽ കൊടുത്തു. 5, ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്ത് ചെയ്തു? നടപ്പിലാക്കി. സ്ട്രക്ചറൽ റിഫോംസ്, അടിസ്ഥാനപരമായ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഇൻക്ലൂഡിംഗ് ടാക്സ് റിഫോംസ്. 6, സാമ്പത്തിക അച്ചടക്കം, മിതമായ പണപ്പെരുപ്പം. സാമ്പത്തിക അച്ചടക്കവും മിതമായ പണപ്പെരുപ്പവും എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകുന്ന നടപടികൾ എടുക്കാതെ വിലക്കയറ്റം ചെറുക്കുന്ന നടപടികൾ RBI ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ എന്ത് ചെയ്തു? സ്വീകരിച്ച് നടപ്പിലാക്കിയിരുന്നു. സാമ്പത്തിക അച്ചടക്കം, അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിച്ചുകൊണ്ട് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. സർക്കാരിന്റെ ഓരോ നടപടിയും അതിന്റെ ഗുണം കൃത്യമായി പൗരന് ലഭിക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്തു? ഉറപ്പുവരുത്തി. സത്യത്തിൽ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ഈ 4 കാര്യങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചത്. സ്ഥിരത, സാമ്പത്തിക അച്ചടക്കം, തുടർച്ചയായ വളർച്ച, നിയന്ത്രിത പണപ്പെരുപ്പം. അടുത്തത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, നേരത്തെ നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞില്ലേ, ഈ വളർച്ചയുടെ ഗുണഫലങ്ങൾ ഏതൊക്കെ ജനവിഭാഗങ്ങളിലേക്കാണ് എത്തിയത് എന്നാണ് പറയുന്നത്. 1, കർഷകരിലേക്ക് എത്തി. 2, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലേക്ക് എത്തി. 3, നാടോടി സമൂഹങ്ങളിലേക്ക് എത്തി. 4, യുവാക്കളിലേക്ക് എത്തി. 5, ദരിദ്രരിലേക്ക് എത്തി. 6, സ്ത്രീകളിലേക്കും വളർച്ചയുടെ ഗുണഫലങ്ങൾ എത്തി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഈ ബഡ്ജറ്റ് കൊണ്ട് നമ്മൾ ഇനി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങൾ, ഇതുവരെ നമ്മൾ 12 വർഷമായി നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും അതിന്റെ മൂല്യങ്ങളും അതിന്റെ നേട്ടങ്ങളും ആരെല്ലാമിലാണ് ആ നേട്ടമൊക്കെ എത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് നാം ഇതുവരെ കണ്ടത്. ഇനി പറയാൻ പോകുന്നത്, ഇനിയുള്ള സാമ്പത്തിക വർഷം നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ പ്രവർത്തന ശൈലി എന്താണ്, അതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, നമ്മുടെ ലക്ഷ്യം, അതായത് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് വികസിത ഭാരതം. ശ്രദ്ധിക്കുക, വികസിത ഭാരതം എന്ന് പറയുമ്പോൾ ബാലൻസിങ് ആംബിഷൻ വിത്ത് ഇൻക്ലൂഷൻ. ഇൻക്ലൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഉൾപ്പെടുത്തുക. ആരെ ഉൾപ്പെടുത്തുക? പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉൾപ്പെടുത്തുക, സമൂഹത്തിലെ അധകൃതരെ ഉൾപ്പെടുത്തുക, സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങളിലും വികസനം ലഭിക്കാത്തവർ എന്ത് ചെയ്യുക? ഈ വികസന പ്രക്രിയയിൽ പങ്കുചേർക്കുക, ഉൾപ്പെടുത്തുക. സോഷ്യൽ ഇൻക്ലൂഷൻ വിത്ത് ഡെവലപ്മെന്റ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. വികസനം എല്ലാവരിലേക്കും എത്തുന്ന ഒരു അവസ്ഥ സംജാതമാകണമെന്നാണ് ബഡ്ജറ്റിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓർക്കുക, വികസന ഭാരതത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടി, അല്ലേ, ധ്രുവ നക്ഷത്രം എന്നൊക്കെ പറയുന്നത് നമ്മുടെ വഴികാട്ടി. എന്താണ് വഴികാട്ടി?
ആത്മനിർഭര ഭാരതം, സ്വയം പര്യാപ്തമായ ഭാരതം, ഇറക്കുമതി കുറച്ചുകൊണ്ട് നമുക്കാവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥ എന്ത് ചെയ്യുക, സംജാതമാകുക. ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ആഭ്യന്തര ഉൽപാദനവും ഊർജ്ജ സുരക്ഷയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ കാതലായ ഒരു കാര്യം. കൂട്ടുകാരെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ, നമ്മുടെ ലക്ഷ്യം നമ്മൾ കണ്ടു. രണ്ട്, വികസിത ഭാരതത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടി ആത്മനിർഭര ഭാരതം അഥവാ സ്വയം പര്യാപ്തമായ ഭാരതം. അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. 2026-27 ബഡ്ജറ്റിന്റെ സവിശേഷത ആയിട്ട് പറയുന്നത് യുവശക്തി ബഡ്ജറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് യുവശക്തി ബഡ്ജറ്റ്. നിങ്ങൾക്കറിയാം, വികസിത ഭാരത യങ് ലീഡേഴ്സ് ഡയലോഗ് ഈ ബഡ്ജറ്റ് അവതരണത്തിന് മുൻപ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി യുവാക്കളുമായി നടത്തിയിരുന്നു. ഈ സംവേദനത്തിനൊടുവിൽ നടത്തിയ അല്ലെങ്കിൽ ലഭിച്ച നല്ല നിർദ്ദേശങ്ങൾ, ആരിൽ നിന്ന് ലഭിച്ച, യുവാക്കളിൽ നിന്ന് ലഭിച്ച നല്ല നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇതിനൊരു സവിശേഷമായ ഒരു പേര് പറഞ്ഞിരിക്കുന്നത് യുവശക്തി ബഡ്ജറ്റ്. അപ്പോൾ ഈ യുവശക്തി എന്ന പേര് വരാനുള്ള കാരണം എന്താണ്? ഈ ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വികസിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് എന്ന് പറയുന്ന ഒരു സമ്മേളനം നടത്തിയിരുന്നു. അവിടെ യുവാക്കളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ഈ പറയുന്ന ബഡ്ജറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് സർക്കാരിന്റെ സങ്കല്പം. ഈ സങ്കല്പ് എന്ന വാക്ക് പറയുമ്പോൾ ഉദ്ദേശം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഡിറ്റർമിനേഷൻ എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥം. ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം. അപ്പോൾ വരാൻ പോകുന്ന ഒരു കാലയളവിൽ കേന്ദ്ര സർക്കാർ നിശ്ചയമായും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ദരിദ്രർ, നമ്മുടെ അടിച്ചമർത്തപ്പെട്ടവർ, നമ്മുടെ പിന്നോക്കം നിൽക്കുന്നവർ എന്നിവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് നമ്മുടെ നിശ്ചയദാർഢ്യമായി, സങ്കല്പമായി സർക്കാർ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അടുത്തത്, ഈ ദരിദ്രരുടെയും ഈ പിന്നോക്കം നിൽക്കുന്നവരുടെയും ഉന്നമനത്തിനായി കർത്തവ്യ ഭവൻ, അതായത് നമ്മുടെ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്, പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടല്ലോ, അതിന്റെ പേരാണെന്ത്, കർത്തവ്യ ഭവൻ. ഈ ഭവനിലേക്ക് പല ഹൗസുകളും, അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഫിനാൻസ് മന്ത്രാലയവും MSME മന്ത്രാലയവും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തനം അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കർത്തവ്യ ഭവനിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിനോടനുബന്ധിച്ച് നിർമ്മിച്ച ഈ ഹൗസിൽ ഉണ്ടാക്കിയ ആദ്യത്തെ ബഡ്ജറ്റ് എന്ന നിലയിലാണ് അത് അവതരിപ്പിക്കുന്നത്. ഓർക്കുക, ദരിദ്രരുടെയും പിന്നോക്കം നിൽക്കുന്നവരുടെയും ഉന്നമനത്തിനായി കർത്തവ്യ ഭവനിൽ തയ്യാറാക്കിയ ഈ ബഡ്ജറ്റ് പ്രധാനമായും 3 കർത്തവ്യങ്ങളിൽ എന്ത് ചെയ്തതാണ്, അധിഷ്ഠിതമാണ്. എന്തൊക്കെയാണ് ഈ 3 കർത്തവ്യങ്ങൾ? ആക്സിലറേറ്റ് ആൻഡ് സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത്. നമ്മൾ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരാൻ പോകുന്ന കാലയളവിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേതാണ് ആക്സിലറേറ്റ് ആൻഡ് സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ച നിലനിർത്തുക. ഓർക്കുക, ഈ സാമ്പത്തിക വളർച്ച നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കോമ്പറ്റീറ്റീവ്നെസ്, മത്സരാത്മകത അത് വർദ്ധിപ്പിക്കണം. നമ്മുടെ വിഭവശേഷി കൂട്ടണം. അതോടൊപ്പം തന്നെ ഉൽപാദനക്ഷമത കൂട്ടണം. എങ്കിൽ മാത്രമേ ആഗോള സാമ്പത്തിക മാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചലനങ്ങൾ, അത് ഇന്ത്യക്ക് ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെറുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കോമ്പറ്റീറ്റീവ്നെസ് കൂട്ടണം, നമ്മുടെ ഉൽപാദനക്ഷമത കൂട്ടണം. എങ്കിലേ ആഗോളപരമായി ഉണ്ടാകുന്ന വ്യതിചലനങ്ങളെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഒരു സസ്റ്റെയിൻഡ് ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കർത്തവ്യമായി പറയുന്നത്. രണ്ടാമത്തെ കർത്തവ്യം, ഫുൾഫിൽ ദി ആസ്പിറേഷൻസ് ഓഫ് അവർ പീപ്പിൾ. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക. ഓരോ പൗരനെയും ഇന്ത്യയുടെ അഭിവൃദ്ധിയിലെ പങ്കാളികളാക്കുക. ഈ വികസനം എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു സാരം. രണ്ടാമത്തെ കർത്തവ്യം. മൂന്നാമത്തെ കർത്തവ്യം, വിഷൻ ഓഫ് സബ്കാ സാത്ത് സബ്കാ വികാസ്. എല്ലാ കുടുംബങ്ങൾക്കും പ്രദേശങ്ങൾക്കും ഒരുപോലെ വികസനവും സൗകര്യങ്ങളും ഉറപ്പാക്കുക. അപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ സർക്കാരിന്റെ സങ്കല്പം നിശ്ചയദാർഢ്യം. ദരിദ്രർ, അടിച്ചമർത്തപ്പെട്ടവർ, പിന്നോക്കം നിൽക്കുന്നവർ എന്നിവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അടുത്ത പറഞ്ഞത് എന്താണ്? കർത്തവ്യ ഭവനിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ നിർമ്മിച്ച അല്ലെങ്കിൽ എഴുതിയ ആദ്യത്തെ ബഡ്ജറ്റ് എന്ന നിലയിൽ പ്രധാനമായും 3 കർത്തവ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ആക്സിലറേറ്റ് ആൻഡ് സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത്. 2, ഫുൾഫിൽ ദി ആസ്പിറേഷൻസ് ഓഫ് അവർ പീപ്പിൾ. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുക, നിറവേറ്റുക. 3, സബ്കാ സാത്ത് സബ്കാ വികാസ്, മൂന്നാമത്തെ കർത്തവ്യം. അടുത്ത പറയുന്നത്, ഈ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിന് സർക്കാരിന് 3 മേഖലകളിൽ കാര്യമായി ശ്രദ്ധ പതിപ്പിച്ചെങ്കിലേ മതിയാകൂ. ഒന്നാമത്തെ മേഖല
ഘടനാപരമായ പരിഷ്കാരങ്ങൾ, അടിസ്ഥാനപരമായി ചില മേഖലകളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. നഗരവികസനം, ടാക്സ് റിഫോംസ്, അല്ലെ, ഈ പറഞ്ഞതുപോലെ ധനകാര്യ പരിഷ്കാരങ്ങൾ ധനകാര്യ മേഖലയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ബാങ്കിങ് സെക്ടർ റിഫോംസ് ഒക്കെ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ശക്തമായ സാമ്പത്തിക മേഖല നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. മൂലധനം സ്വരൂപിക്കുന്നതിലും അത് കൃത്യമായി വിനിയോഗിക്കുന്നതിലും അതിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ട നടപടികൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, സ്വരുക്കൂട്ടേണ്ടിയിരിക്കുന്നു. 3, അത്യാധുനിക സാങ്കേതിക വിദ്യ, AI പോലെയുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ ഭരണ നിർവഹണത്തിൽ, ഗവർണൻസിൽ എന്ത് ചെയ്യണം, എത്തിക്കണം. എന്നിട്ട് അതിൻ്റെ നേട്ടങ്ങൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കണം. ഈ 3 മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ കർത്തവ്യങ്ങൾ കൃത്യമായി നിറവേറ്റാനായിട്ട് പറ്റുന്നത്. ഞങ്ങളുടെ സങ്കല്പം അഥവാ നേരത്തെ പറഞ്ഞല്ലോ നിശ്ചയദാർഢ്യം, ദരിദ്രരിലേക്ക്, പാവപ്പെട്ടവരിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് വികസനം എത്തിക്കുക എന്ന നമ്മുടെ നിശ്ചയദാർഢ്യം നമുക്ക് നിറവേറ്റാനായിട്ട് സാധിക്കുന്നത്. കൂട്ടുകാരെ, ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വരവിലേക്കും ചെലവിലേക്കും പോകാം. അടുത്തത് പില്ലേഴ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന നിലയിൽ നമുക്ക് ബഡ്ജറ്റ് രേഖയിൽ കാണാൻ സാധിക്കുന്ന 6 കാര്യങ്ങളാണ്. 1, സസ്റ്റെയിനിങ് എക്കണോമിക് ഗ്രോത്ത്, നമ്മുടെ വളർച്ച സുസ്ഥിരമായി നിലനിർത്തി കൊണ്ടുപോകുക. 2, സ്ട്രെങ്തനിങ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ഗ്രോത്ത്. എന്താണ് കൂട്ടുകാരെ, നമ്മുടെ വളർച്ചയ്ക്ക് ആധികാരികമായ ഘടകങ്ങളെ കൂടുതൽ എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുക. 3, പീപ്പിൾ സെൻട്രിക് ഡെവലപ്മെന്റ്, ജനങ്ങളെ മാറ്റി നിർത്തുകയല്ല, ജനങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വികസന പ്രക്രിയ അല്ലെങ്കിൽ അത്തരത്തിലൊരു വികസന യാത്ര. ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ്, ജനങ്ങളെ കൂടെ മുഖവരയ്ക്ക് എടുത്തുകൊണ്ട് ആ രീതിയിൽ ഒരു ഭരണ നിർവഹണത്തിന് എന്ത് ചെയ്യുക, ചുക്കാൻ പിടിക്കുക. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് ഈസ് ഓഫ് ലിവിങ്, ഇവിടെ ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം, ഒരു ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിച്ചെടുക്കുക. ജീവിക്കാൻ അനുയോജ്യമായ ഒരു സാഹചര്യം എന്ത് ചെയ്യുക, സൃഷ്ടിച്ചെടുക്കുക. ഫിസ്ക്കൽ മാറ്റേഴ്സ്, അതായത് സാമ്പത്തിക അച്ചടക്കവും ധനപരമായ ചില നീക്കുപോക്കുകൾ വരുത്തിക്കൊണ്ട് നമ്മുടെ സാമ്പത്തിക പുരോഗതിക്ക് ചുക്കാൻ പിടിക്കുക. ഈ 6 കാര്യങ്ങളാണ് പില്ലേഴ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന നിലയിൽ പറയുന്നത്. സസ്റ്റെയിനിങ് എക്കണോമിക് ഗ്രോത്ത്, സ്ട്രെങ്തനിങ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ഗ്രോത്ത്, ആദ്യം ഞാൻ പറഞ്ഞത് നമ്മുടെ വളർച്ച നിലനിർത്തി കൊണ്ടുപോവുക. രണ്ടാമത് ഞാൻ പറഞ്ഞത് നമ്മുടെ വളർച്ചയ്ക്ക് സഹായകരമായ ഘടകങ്ങളെ ശക്തിപ്പെടുത്തുക. 3, ജനങ്ങളെ, നമ്മുടെ വികസനം എന്ന് പറയുന്നത് ജനകേന്ദ്രീകൃതമായിരിക്കണം. അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ വികസന പ്രക്രിയയ്ക്ക് നമ്മൾ ചുക്കാൻ പിടിക്കേണ്ടത്. 4, ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ്, ജനങ്ങളെ മുഖവരയ്ക്ക് എടുത്തുകൊണ്ടുള്ള മുന്നോക്ക രീതി. 4, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. 5, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. 6-ാമത്തേത് ഫിസ്ക്കൽ മാറ്റേഴ്സ്. കൂട്ടുകാരെ, അതിനുശേഷം നമ്മൾ പോകുന്നത് വരവിലേക്കും ചെലവിലേക്കുമാണ്. ഇവിടെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് സർക്കാരിന്റെ വരവ്, ചെലവ്, അതുമായി ബന്ധപ്പെട്ട വസ്തുതകളിലേക്കാണ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഡോക്യുമെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് സർക്കാരിന് എവിടെ നിന്നൊക്കെയാണ് പണം വരുന്നത്, കേന്ദ്ര സർക്കാരിന് പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്. കൂടാതെ പണം വരുന്ന ഏറ്റവും വലിയ മാർഗം ഈ കാണുന്ന ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റീസ്, അതായത് കടം എടുക്കുന്ന ഒരു മാർഗം തന്നെയാണെന്ന് പറയുന്നത്. രണ്ടാമത്തേത് കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഇൻകം ടാക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 21%, സർക്കാരിന്റെ ആകെ വരവിൽ 21% എവിടെ നിന്നാണ്, ഇൻകം ടാക്സിൽ നിന്നാണ്. 3-ാമത്തേത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോർപ്പറേഷൻ ടാക്സ്, കമ്പനികൾ അവരുടെ ലാഭത്തിന് കൊടുക്കുന്ന നികുതി, അതിൽ നിന്നും കിട്ടുന്നതാണ് സർക്കാരിന്റെ 3-ാമത്തെ വരുമാന മാർഗം. 4-ാമത്തേത് കൂട്ടുകാരെ GST. 5, ഈ പറയുന്നത് പോലെ നികുതി ഇതര വരുമാനം ഇവിടെ പറയുന്നുണ്ട് 10%. നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് അടുത്ത ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ കമ്പയർ ചെയ്ത് എഴുതിയ ഈ ഒരു ടേബിളിലേക്ക് നമുക്ക് പോകാം. സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ഇപ്പോഴും എന്ത് തന്നെയാണ്, കടം എടുക്കുന്നത് തന്നെയാണ്. 2023-24 കാലയളവിൽ ആകെ വരവിന്റെ 34% ആയിരുന്നത് ഇപ്പോൾ ആകെ വരവിന്റെ 24% കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നേട്ടം. എന്ന് കരുതി കടമെടുക്കുന്ന എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും. കടമെടുക്കുന്ന എക്സാക്ട് എമൗണ്ട് ചിലപ്പോൾ കൂടുതലായിരിക്കും, പെർസെൻറ്റേജ് വൈസ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. ഓർക്കുക, ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ നികുതിയാണ്, ഡയറക്റ്റ് ടാക്സ് ആണ്. ഇതിന്റെ തോത് കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ആകെ വരവിൽ 22% ആയിരുന്നത് ഇപ്പോൾ 21% എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു കോർപ്പറേഷൻ ടാക്സ് ആണ് സർക്കാരിന്റെ 3-ാമത്തെ വരുമാന മാർഗം. കമ്പനി
കമ്പനികൾ അവരുടെ ലാഭത്തിൽ നിന്നും കൊടുക്കുന്ന നികുതി. ഇതും പ്രത്യക്ഷ നികുതിയാണ്, ഡയറക്ട് ടാക്സ് ആണ്. ഇതിന്റെ പെർസെൻറ്റേജ് കഴിഞ്ഞ കാലയളവിനെ അപേക്ഷിച്ച് കൂടുന്നൊരു ടെൻഡൻസിയാണ്. 2024-25 കാലയളവിനേക്കാളും കൂടുതലായിരുന്നു 25-26, അതിനേക്കാളും കൂടുതലാണ് 2026-27 കാലയളവിൽ 18%. നാലാമത്തെ വരുമാന മാർഗം GST ആണ്, 15%. മുൻ കാലയളവിൽ 18 ആയിരുന്നത് ഇപ്പോൾ 15 എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അടുത്തത് നികുതി ഇതര വരുമാനമാണ്. നികുതി ഇതര വരുമാനം എന്ന് പറയുമ്പോൾ സർക്കാരിന് കറൻസി, നോട്ട്, കോയിൻ എന്നിവ പ്രിന്റ് ചെയ്യുന്നതിൽ നിന്നും പൈസ ലഭിക്കുന്നുണ്ട് അല്ലെ. ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ആ സേവനങ്ങൾ ചെയ്തു തരുമ്പോൾ നിങ്ങളിൽ നിന്നും അതിന് ആനുപാതികമായ ഒരു പ്രതിഫലം സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈടാക്കുന്നുണ്ട്, പണം ഈടാക്കുന്നുണ്ട്. നിങ്ങളൊരു ദേശീയ ഉദ്യാനം സന്ദർശിക്കുമ്പോൾ സർക്കാർ നിങ്ങളിൽ നിന്നും എൻട്രി ഫീ ഈടാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ സർക്കാർ ലഭിക്കുന്ന പൈസ എല്ലാം തന്നെ നികുതി ഇതര വരുമാനങ്ങളിലാണ് ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ ലഭിക്കുന്ന പൈസ ആകെ വരവിന്റെ 1, 2, 3, 4, 5 സ്ഥാനത്തിലാണ് വരുന്നത്. ആകെ വരവിന്റെ 10% ഇത്തരത്തിൽ ലഭിക്കുന്ന പൈസയാണ്. അടുത്തത് എക്സൈസ് ഡ്യൂട്ടിയാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, മദ്യം ഈ പറഞ്ഞ പോലെ GSTയിൽ വന്നിട്ടില്ല, സിഗരറ്റ് GSTയിൽ വന്നിട്ടില്ല അല്ലെ. അപ്പോൾ പെട്രോള്, ഡീസൽ തുടങ്ങിയ കാര്യങ്ങളും GSTയിൽ വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രൊഡക്ഷൻ ടാക്സ് അഥവാ എക്സൈസ് ഡ്യൂട്ടി ഇപ്പോഴും ചുമത്തുന്നുണ്ട്. അതിൽ നിന്നും കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ആകെ വരവിന്റെ 6%. അടുത്തത് കസ്റ്റംസ് ഡ്യൂട്ടി. നിങ്ങൾക്ക് അറിയുന്നത് പോലെ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോഴും കയറ്റുമതി ചെയ്യുമ്പോഴും നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കാറുണ്ട്. ഇറക്കുമതി ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി, കയറ്റുമതി ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ഡ്യൂട്ടി. നമ്മൾ അതിനെ ഒറ്റ പേരിൽ വിളിക്കുന്നുണ്ട് കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ ലഭിക്കുന്ന പൈസ ആകെ വരവിന്റെ 4%. അടുത്തത് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്. നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ബാധ്യത ജനിപ്പിക്കാത്ത മൂലധന വരവുകൾ. ഇപ്പോൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ സർക്കാർ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു, വിറ്റു. ആർക്ക് വിറ്റു? കേരള സർക്കാരിന് വിറ്റു. അപ്പോൾ കേന്ദ്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആ സ്ഥാപനം കേരള സർക്കാരിന് വിറ്റപ്പോൾ ആ വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന പൈസ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ്. ഇപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു 10 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം കേന്ദ്ര സർക്കാർ വിറ്റു. പഴയ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റു, BSNL ഓഹരി വിറ്റു. ഇപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടുന്ന പൈസ സർക്കാർ കണക്കാക്കുന്നത് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഒന്ന് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, രണ്ടാമത്തെ റിക്കവറി ഓഫ് ലോൺ. കേന്ദ്രം ഒരുപാട് ലോൺ ആർക്ക് കൊടുക്കാറുണ്ട്, സംസ്ഥാനങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ലോണുകൾ സംസ്ഥാനങ്ങൾ തിരിച്ച് അടയ്ക്കുമ്പോൾ ലഭിക്കുന്നത് റിക്കവറി ഓഫ് ലോൺ ആണ്. അപ്പൊ റിക്കവറി ഓഫ് ലോൺ, നേരത്തെ പറഞ്ഞത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഇത് രണ്ടുമാണ് പ്രധാനമായും ഈ നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരുന്നത്. ഇതിന്റെ തുറന്ന് പറയുന്നത് ആകെ വരവിന്റെ 2%. അപ്പോൾ ഈ ഒരു ടേബിൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും വലിയ വരവ് കടമെടുക്കുന്നത്, 2 ഇൻകം ടാക്സ്, 3 കോർപ്പറേഷൻ ടാക്സ്, 4ാമത്തത് GST, അത് കഴിഞ്ഞ് നികുതി ഇതര വരുമാനം, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്. അടുത്തത് ഇതിലെ ചില വസ്തുതകൾ നമ്മളൊന്ന് പരിശോധിച്ചെടുക്കാൻ പോകുന്നു. കടമെടുക്കുന്ന തുക അഥവാ ഫിസ്ക്കൽ തമ്മി. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, കേന്ദ്ര സർക്കാരിന്റെ വരവ് കുറവും ചെലവ് കൂടുതലുമായിരിക്കും. അപ്പോൾ ഈ ചെലവ് കൂടുതലാണ്. ഈ ചെലവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അഥവാ ഈ ചെലവിന് വേണ്ട പണം കണ്ടെത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യേണ്ടി വരും, കടമെടുക്കേണ്ടി വരും. ഈ കടമെടുക്കുന്ന തുകയെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിസ്ക്കൽ കമ്മി അല്ലെ. അപ്പോൾ ഈ കടമെടുക്കുന്ന തുക 2023-24 കാലയളവിൽ 16,54,000 കോടിയായിരുന്നു. കഴിഞ്ഞ 2024-25 കാലയളവിൽ കടമെടുത്ത തുക എന്ന് പറയുന്നത് 15,74,000 കോടിയാണ്. ഇനി 25-26 കാലയളവിൽ പൂർത്തിയായിട്ടില്ല ആ സാമ്പത്തിക വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അല്ലെ. 25-26 എന്ന് പറയുന്ന സാമ്പത്തിക വർഷം പൂർത്തിയായോ? ഇല്ല. ഈ സാമ്പത്തിക വർഷത്തിൽ നാളിതുവരെ കടമെടുത്തുകൊണ്ടിരിക്കുന്ന തുക 15,68,000 കോടി രൂപയാണെന്നാണ് പറയുന്നത്. ഇനി 2026-27 കാലയളവിൽ കടമെടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക 16,95,000 കോടിയാണെന്നാണ് പറയുന്നത്. ഈ സ്ലൈഡ് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു. കടമെടുക്കുന്ന തുക അഥവാ ഫിസ്ക്കൽ കമ്മി. സർക്കാരിനെ സംബന്ധിച്ച് ചെലവ് കൂടുതലും വരവ് കുറവുമാണ്. അപ്പോൾ ഈ ചെലവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ എന്ത് ചെയ്യേണ്ടി വരും, കടമെടുക്കേണ്ടി വരും. അപ്പോൾ കടമെടുക്കുന്ന തുക 2023-24 കാലയളവിൽ 16,54,000 കോടി രൂപയും 2024-25 കാലയളവിൽ 15,74,000 കോടി രൂപയും 2025-26 കാലയളവിൽ ബഡ്ജറ്റ് അവതരണ വേളയിൽ 15,58,000 കോടി രൂപ കടമെടുക്കുമെന്ന് പറഞ്ഞിരുന്നിടത്ത്
സാമ്പത്തിക വർഷം പൂർത്തിയാകാറാകുമ്പോഴേക്കും കേന്ദ്ര സർക്കാർ ഓൾറെഡി 15,68,000 കോടി രൂപ ഓളം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട്. ഇനി 26-27 കാലയളവിൽ കടമെടുക്കുമെന്ന് പറയുന്ന തുക 2026-27 കാലയളവിൽ കടമെടുക്കുമെന്ന് പറയുന്ന തുക 16,95,000 കോടി രൂപയാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കടമെടുക്കുന്ന എമൗണ്ട് കൃത്യമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഈ കടമെടുക്കുന്ന തുക അഥവാ ഫിസ്ക്കൽ കമ്മി GDPയുടെ എത്ര ശതമാനമാണെന്ന് പറയുന്നുണ്ട്, 4.3% ആണെന്ന് പറയുന്നുണ്ട്. അത് വിശദമായിട്ട് നമുക്ക് ലാസ്റ്റ് കാണുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അടുത്തത് 2026-27 കാലയളവിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ വരവെന്താണ്, കടമെടുക്കുന്നത് തന്നെയാണ്. ഓക്കെ, കടമെടുക്കുന്ന തുക കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അടുത്തത് 26-27 കാലയളവിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ വരുമാന മാർഗം, 26-27 കാലയളവിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ വരുമാന മാർഗം, ഏറ്റവും വലിയ നികുതി വരുമാനം, ഏറ്റവും വലിയ പ്രത്യക്ഷ നികുതി. നിങ്ങൾ ആ ടേബിൾ കണ്ടതാണ്. ആ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരവും കിട്ടും. ഉത്തരം ഏതാണ്, ഇൻകം ടാക്സ് ആണ്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഇവിടെ 2025-26 കാലയളവിൽ 14,38,000 കോടി രൂപ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് 13,12,000 കോടി രൂപയെ നാളിതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോഴേക്കും അത്രേ കിട്ടുള്ളൂ എന്നാണ് സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 25-26 എന്ന സാമ്പത്തിക വർഷം എന്ത് ചെയ്തിട്ടില്ല, പൂർത്തിയായിട്ടില്ല. ഞാൻ ക്ലാസ് എടുക്കുന്ന ഈ സമയത്ത് 13,12,000 കോടി രൂപയെ കിട്ടുള്ളൂ എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ദാറ്റ് മീൻസ് ഉദ്ദേശിച്ച തുക കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് 26-27 കാലയളവിൽ ഒരുപാട് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാത്തത്, എസ്റ്റിമേറ്റ് ചെയ്യാത്തത്. 14,66,000 കോടി മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ പെർസെൻറ്റേജ് കഴിഞ്ഞ വർഷത്തെ 22 എന്നുള്ളത് 21% എന്ത് ചെയ്തത്, കുറഞ്ഞത്. എന്ന് കരുതി ഇൻകം ടാക്സിൽ നിന്ന് ലഭിക്കുന്ന എമൗണ്ട് കുറഞ്ഞു എന്നതിന് അർത്ഥമില്ല. കഴിഞ്ഞ വർഷം ആന്റിസിപ്പേറ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തവണ കൂടുതൽ ആന്റിസിപ്പേറ്റ് ചെയ്തില്ല. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ചെറിയൊരു എമൗണ്ട് മാത്രം വ്യത്യാസപ്പെടുത്തി നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും വലിയ മാർഗം കടമെടുക്കുന്നത്, രണ്ടാമത്തെ വരുമാന മാർഗം ഏറ്റവും വലിയ നികുതി വരുമാനം, ഏറ്റവും വലിയ പ്രത്യക്ഷ നികുതി, ഉത്തരം ഏതാണ്, ഇൻകം ടാക്സ് ആണ്. 26-27 കാലയളവിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ മൂന്നാമത്തെ വരുമാന മാർഗം, ഏറ്റവും വലിയ രണ്ടാമത്തെ നികുതി വരുമാനം, ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യക്ഷ നികുതി, അത് ഏതാണ് എന്ന് ചോദിച്ചാൽ കോർപ്പറേഷൻ ടാക്സ് അഥവാ കോർപ്പറേറ്റ് ടാക്സ് ആണ്. കമ്പനികൾ അവരുടെ ലാഭത്തിൽ നിന്നും സർക്കാരിന് കൊടുക്കുന്ന നികുതി. ഓർക്കുക, സർക്കാരിന്റെ മൂന്നാമത്തെ വരുമാന മാർഗം, രണ്ടാമത്തെ നികുതി വരുമാനം, രണ്ടാമത്തെ പ്രത്യക്ഷ നികുതി ഏതാണ്, കോർപ്പറേഷൻ ടാക്സ് ആണ്. ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു 18% കോർപ്പറേഷൻ ടാക്സ് ആണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, 2025-26 കാലയളവിൽ 10,82,000 കോടി രൂപ ലഭിക്കുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നിടത്ത് സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോഴേക്കും സർക്കാർ പ്രതീക്ഷിക്കുന്നത് 11,09,000 കോടി കിട്ടുമെന്നാണ്. ദാറ്റ് മീൻസ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ആ അർത്ഥത്തിലാണ് 26-27 നമ്മൾ കുറച്ച് കൂടുതലായി എന്ത് ചെയ്തത്, ഇത് ആന്റിസിപ്പേറ്റ് ചെയ്തത്. 12,31,000 കോടി രൂപയാണ് 26-27 കാലയളവിൽ കോർപ്പറേഷൻ ടാക്സ് ഇനത്തിൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പെർസെൻറ്റേജ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എന്ത് ചെയ്തത്, ഒരുപാട് കൂടിയത്, 18% കൂടിയത്. അടുത്തത് GST ആണ് കൂട്ടുകാരെ. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ പരോക്ഷ നികുതി, മൂന്നാമത്തെ നികുതി വരുമാനം, നാലാമത്തെ വരുമാന മാർഗം, ഇതെല്ലാം GST ആണ്. GSTയിൽ നിന്ന് 2025-26 കാലയളവിൽ പ്രതീക്ഷിച്ചത് 11,78,000 കോടിയാണെങ്കിൽ നാളിതുവരെ ലഭിക്കുമെന്ന് ഉറപ്പുള്ള തുക 10,46,000 കോടിയാണ്. അതായത് അവിടെയും ഒരു ഇടിവ് ആര് രേഖപ്പെടുത്തി, കേന്ദ്ര സർക്കാർ രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് 2026-27 കാലയളവിൽ 10,19,000 കോടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ, പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ പെർസെൻറ്റേജ് എന്ത് ചെയ്തത്, കുറഞ്ഞത്. നമ്മൾ കണ്ടില്ലേ, ടേബിളിൽ കണ്ടില്ലേ, GSTയുടെ പെർസെൻറ്റേജ് കണ്ടില്ലേ, അതേ നോക്കിക്കേ GST 15%. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. അപ്പൊ അടുത്ത വർഷവും കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ അർത്ഥത്തിൽ പെർസെൻറ്റേജ്, ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചു. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നാലാമത്തെ വരുമാന മാർഗം, മൂന്നാമത്തെ നികുതി വരുമാനം, ഏറ്റവും വലിയ പരോക്ഷ നികുതി ഏതാണ്, GST ആണ്. അടുത്ത ചോദ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്. 26-27 കാലയളവിൽ കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മേഖല പരോക്ഷ നികുതി അല്ല, പിന്നെ ഏതാണ്, പ്രത്യക്ഷ നികുതിയാണ്. 2020-21
എന്ന കാലയളവിനൊഴികെ, അതായത് ഈ 2021 എന്ന് പറയുന്ന സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിരുന്നത് പരോക്ഷ നികുതിയിൽ നിന്നായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള എല്ലാ സാമ്പത്തിക വർഷങ്ങളിലും സർക്കാരിന് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് പ്രത്യക്ഷ നികുതിയിൽ നിന്ന് തന്നെയാണ്. അതെ, ഈ സാമ്പത്തിക വർഷം എടുത്ത് നോക്കിയാലും, അതായത് 26-27 എന്ന് പറയുന്ന വരാൻ പോകുന്ന സാമ്പത്തിക വർഷം എടുത്ത് നോക്കിയാലും കേന്ദ്ര സർക്കാരിന് പ്രത്യക്ഷ നികുതിയിൽ നിന്ന് ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ് എന്ന 2 വിഭാഗങ്ങളിൽ നിന്നും മാത്രം ആകെ വരവിന്റെ 39% ലഭിക്കുന്നുണ്ട്. പരോക്ഷ നികുതി ഐറ്റംസ് എടുക്കുമ്പോൾ GST, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ ആകെ വരവിന്റെ 25% ലഭിക്കുന്നുള്ളൂ. അപ്പോൾ 2026-27 കാലയളവിൽ കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ പണം ലഭിക്കുമെന്ന് കരുതുന്ന മേഖല പരോക്ഷ നികുതിയല്ല, പ്രത്യക്ഷ നികുതിയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആകെ വരവിന്റെ 35%, പരോക്ഷ നികുതി GSTയും എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടി കൂട്ടിയാലും ആകെ വരവിന്റെ 25% ആകുന്നുള്ളൂ. ഇനി ഈ പറയുന്ന പ്രത്യക്ഷ നികുതിയിൽ നിന്ന് ലഭിക്കുന്ന പൈസ 39%, ആകെ വരവിന്റെ 39%, ഏകദേശം നല്ലൊരു എമൗണ്ട് ആവും. ആ എമൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 2026-27 കാലയളവിലെ GDP, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന GDPയുടെ 6.9% എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതുപോലെ 2026-27 കാലയളവിൽ പരോക്ഷ നികുതിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന എമൗണ്ട് ആകെ വരവിന്റെ 25%. അത് വലിയൊരു എമൗണ്ട് ആയിരിക്കുമല്ലോ. ആ എമൗണ്ട് എന്ന് പറയുന്നത് 26-27 കാലയളവിലെ GDPയുടെ എത്ര ശതമാനമായിരിക്കും? 4.3% ആയിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓർക്കുക, 2020-21 കാലയളവിൽ സർക്കാരിന് പണ്ട് എവിടെ നിന്നും കൂടുതൽ കിട്ടിയിരുന്നു? പരോക്ഷ നികുതിയിൽ നിന്നും കൂടുതൽ പൈസ കിട്ടിയിരുന്നു. അടുത്തത് പൈസ പോകുന്ന മേഖലകളാണ് കൂട്ടുകാരെ. ഈ ടേബിളിൽ നിന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നതാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം എന്ന ഹെഡിങ്ങിലാണ്, അല്ലെ? 22% സർക്കാരിന്റെ പൈസ നേരെ പോകുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം എന്ന നിലയിലാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളും ഞാനും എന്ത് കൊടുക്കുന്നുണ്ട്? നികുതി കൊടുക്കുന്നുണ്ട്. ഈ നികുതിയിൽ ബഹുഭൂരിപക്ഷവും പിരിച്ചെടുക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി കേന്ദ്രം എടുത്തതിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ എന്താവും? ചെലവായിട്ട് മാറാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയ ചെലവ് പലിശ ഇടവാണ്. നാളെ ഇതുവരെ വാങ്ങി കൂട്ടിയ കടത്തിന് എന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം. ഇത് കേന്ദ്ര സർക്കാരിന്റെ രണ്ടാമത്തെ ചെലവാണ്. മൂന്നാമത്തെ ചെലവ് നമുക്ക് കാണാൻ സാധിക്കും സെൻട്രൽ സെക്ടർ സ്കീം. അപ്പോൾ ഈ ടേബിള് അഥവാ ഈ ഗ്രാഫ് ബഡ്ജറ്റിൽ കണ്ട ഡോക്യുമെന്റിലെ ഗ്രാഫാണ്. നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? ഒരു ടേബിൾ ആക്കി മാറ്റുന്നു. കഴിഞ്ഞ വർഷമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുന്നു. ഓർക്കുക, സർക്കാരിന്റെ ഏറ്റവും വലിയ ചെലവ് ഏത് തന്നെയാണ്? സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം തന്നെയാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ആകെ ചെലവിൽ 22% പൈസ പോകുന്നത് ഈ നികുതി വിഹിതം എന്ന നിലയിലാണ്. രണ്ടാമത്തേത് നാളിതുവരെ വാങ്ങിക്കൂട്ടിയ കടത്തിന് പലിശ അടയ്ക്കണം. അത് ആകെ ചെലവിൽ 20%. 2023-24 കാലയളവ് വരെ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ചെലവായിരുന്നത് പലിശ അടവായിരുന്നു. ഇപ്പോൾ അതിന്റെ സ്ഥാനം രണ്ടാമതാണ്. അടുത്തത് സെൻട്രൽ സെക്ടർ സ്കീമാണ്. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഭരണഘടനയിൽ 7ാമത്തെ ഷെഡ്യൂളിൽ 3 ലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. എന്താണ് യൂണിയൻ ലിസ്റ്റിന്റെ പ്രത്യേകത? കേന്ദ്ര സർക്കാരിന്റെ അധികാരങ്ങളെ കുറിച്ച് പറയുന്നതാണ് യൂണിയൻ ലിസ്റ്റ്, അല്ലെ? അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിന്റെ ഭാഗമായി വരുന്ന മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ഇവിടെ വരുന്നത്, സെൻട്രൽ സെക്ടർ സ്കീമിൽ വരുന്നത്. ഇത്തരം പദ്ധതികളുടെ നടത്തിപ്പ് ചുമതലയും മേൽനോട്ട ചുമതലയും ആർക്ക് തന്നെയായിരിക്കും? കേന്ദ്ര സർക്കാരിന് തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഹൈവേ റോഡ് വികസനം യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. അതിർത്തി റോഡുകളുടെ നിർമ്മാണം യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ ഹൈവേ റോഡ് വികസനത്തിന് വേണ്ടിയും അതിർത്തി റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയും ചെലവാക്കുന്ന പൈസ സർക്കാർ സെൻട്രൽ സെക്ടർ സ്കീമിൽ ഉൾപ്പെടുത്തിയായിരിക്കും എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇതിന് സമാനമായി ഉദ്യോഗാർത്ഥികൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ സാധിക്കുന്ന മറ്റൊരു വാക്കാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ്, ഫോർ എക്സാമ്പിൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കൃഷി തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നത് ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. നേരത്തെ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലേ, അതിന്റെ പേരിപ്പോൾ മാറിയിട്ടുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ നടത്തിപ്പ് ചുമതലയും മേൽനോട്ട ചുമതലയും എല്ലാം സംസ്ഥാന സർക്കാരിനാണ്. ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഗ്രാമവികസനവും എല്ലാം ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിൽ വരുന്ന
നടത്തിപ്പ് ചുമതല വരുന്ന, മേൽനോട്ട ചുമതല വരുന്ന പദ്ധതികൾക്കും പണം ആര് കൊടുക്കാറുണ്ട്? കേന്ദ്രം കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പദ്ധതികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് വിളിക്കുന്നത്. ആ പദ്ധതികളുടെ നടത്തിപ്പ് ചുമതലയും മേൽനോട്ട ചുമതലയും സംസ്ഥാന സർക്കാരിനായിരിക്കും. ഫോർ എക്സാമ്പിൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അതാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. അതിനിടയിൽ പ്രതിരോധം നമ്മൾ പറയാൻ വിട്ടുപോയി. ഇതിന്റെ തോത് ഇപ്പോൾ 11%. മുൻവർഷങ്ങളിൽ 8% കുത്തനെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? 11% പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസയുടെ അളവ് കൂടിയിട്ടുണ്ട്. ഓർക്കുക, സെൻട്രലി സ്പോൺസേർഡ് സ്കീമിന്റെ അളവ് 8%. ആകെ ചെലവിന്റെ 8%. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ മൂലം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ഗ്രാന്റ്, ഇത് അതിന്റെ തുറന്ന് പറയുന്നത് 7%. ആകെ ചെലവിന്റെ 7%. മറ്റു സർക്കാരിന്റെ ചെലവുകൾ 7% വരും. ഇനി അടുത്തത് സബ്സിഡിയാണ്. ഫെർട്ടിലൈസേഴ്സ്, കൃഷി, പെട്രോളിയം എന്ന നിലയിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സബ്സിഡി അനുവദിക്കുന്നുണ്ട്. അത് ആകെ ചെലവിന്റെ 6% വരും. അടുത്തത് സിവിൽ പെൻഷൻ ആണ്. ഇതും ആകെ ചെലവിന്റെ 2% വരും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ ചെലവ് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം, അത് കഴിഞ്ഞാൽ പലിശയടവ്, അത് കഴിഞ്ഞാൽ സെൻട്രൽ സെക്ടർ സ്കീം. എന്താണ് സെൻട്രൽ സെക്ടർ സ്കീമിന്റെ പ്രത്യേകത? ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന, അല്ലെ, കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന, കേന്ദ്രം നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, കേന്ദ്രം മേൽനോട്ട ചുമതലയും അതുപോലെ തന്നെ നടത്തിപ്പ് ചുമതലയും വഹിക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികൾക്കുള്ള പണമാണ് സെൻട്രൽ സെക്ടർ സ്കീമിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അടുത്തത് എന്താണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം? സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ കീഴിൽ വരുന്ന, സംസ്ഥാന സർക്കാർ അധികാര മേൽനോട്ട ചുമതലയും നടത്തിപ്പ് ചുമതലയും വഹിക്കുന്ന പദ്ധതികൾ, അതിന്റെ ഫണ്ട് ആര് കൊടുക്കാറുണ്ട്? കേന്ദ്രം കൊടുക്കാറുണ്ട്. അതിന്റെ പണമാണ് എവിടെ ഉൾപ്പെടുത്തുന്നത്? സെൻട്രലി സ്പോൺസേർഡ് സ്കീമിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിന്റെ തോത് 8%, സെക്ടർ സ്കീമിന്റെ തോത് 17%. പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് 11%. അത് മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അടുത്തത് മറ്റു ചെലവുകൾ 7, സബ്സിഡി 6, പെൻഷൻ 2. സബ്സിഡി എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസർ, കൃഷി, പെട്രോളിയം എന്നീ വിഭാഗങ്ങളിൽ കേന്ദ്രം സബ്സിഡി അനുവദിക്കാറുണ്ട്. അതിന്റെ തോത് 6% കൃത്യമായി എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അടുത്തത് 2026-27 കാലയളവിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ചെലവ് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. 2024-25 കാലയളവിലെ കണക്ക് നമുക്ക് പൂർത്തീകരിച്ച കണക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ആക്ച്വൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2024-25 കാലയളവിലെ കണക്ക് പറയുന്നത് 12,86,000 കോടി രൂപ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം എന്ന നിലയിൽ കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇനി 25-26 കാലയളവിലെ പുതുക്കിയ നിരക്കുകൾ, അതായത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് അല്ല, ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും പുതുക്കിയ നിരക്കുകളുടെ അടിസ്ഥാനത്തിൽ നാളിതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന തുക, അല്ലെങ്കിൽ ഈ പറയുന്ന 25-26 എന്ന് പറയുന്ന സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോഴേക്കും നമ്മൾ കൊടുക്കുമെന്ന് ഉറപ്പുള്ളൊരു തുക 13,93,000 കോടിയാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. 26-27 കാലയളവിൽ എന്നാൽ കേന്ദ്രം പറയുന്നത് ഇതൊന്നുമല്ല, ഞങ്ങൾ 15,26,000 കോടി രൂപ എന്ത് ചെയ്യും? സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുമെന്നാണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ കൊടുക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുവരേണ്ടി വരും. കാരണം റിവേഴ്സ് എസ്റ്റിമേറ്റും ആക്ച്വൽ കണക്കൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ പറയാൻ സാധിക്കും. ഇത് കൊടുക്കുമെന്ന് പറയുന്ന തുകയാണ്, കൊടുക്കുമെന്ന് പറയുന്ന തുകയാണ്. അടുത്തത് കൂട്ടുകാരെ ശ്രദ്ധിക്കാം. ടോട്ടൽ ട്രാൻസ്ഫേർസ് ടു സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, അതായത് കേന്ദ്രത്തിൻ്റെ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന പൈസ എന്ന് പറയുന്നത്, 1 നികുതി വിഹിതമാണ്, 2 സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാൻറ്റുകളാണ്, 3 സംസ്ഥാനങ്ങൾക്കുള്ള ലോണുകളാണ്. സംസ്ഥാനങ്ങൾക്കുള്ള എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമുള്ള നികുതി വിഹിതം, ഗ്രാൻറ്റുകൾ, ലോണുകൾ. അതുപോലെ തന്നെ നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്, ദേശീയ ദുരന്ത നിവാരണ ഫണ്ട്, അതുപോലെ ദുരന്തം മിഡിഗേഷൻ, നാഷണൽ ഡിസാസ്റ്റർ മിഡിഗേഷൻ ഫണ്ട്, അല്ലെ, ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ്, ആ ദുരന്തമുഖം ഉണ്ടാകുന്നതിന് മുമ്പ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും കേന്ദ്രം ഫണ്ട് തരാറുണ്ട്. അപ്പൊ അങ്ങനെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൊടുക്കുന്ന ഫണ്ട്. അടുത്തത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ മൂലം സംസ്ഥാനങ്ങൾക്ക് വീണ്ടും കൊടുക്കുന്ന ഫണ്ട്. അടുത്തത് സെൻട്രൽ സെക്ടർ സ്കീം എന്ന നിലയിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട്, സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന നിലയിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട്. ഈ 7 നിലയിലാണ്. ഇനിയും മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ഈ 7 നിലയിൽ എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഈ 7 നിലയിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഒരുപാട് പൈസ കേന്ദ്രം എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. അപ്പോൾ
ബഡ്ജറ്റിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെലവുകളാണ്. ഈ ചെലവുകളിൽ നമ്മൾ കാണുന്നത് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് വരുന്ന പൈസയാണ്. ഏകദേശം ഇത്രയും കാര്യങ്ങളിലായി കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് പൈസ കിട്ടാറുണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി 2023-24 കാലയളവിൽ കേന്ദ്രത്തിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെല്ലാം മുഖേന കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കിട്ടിയത് 20,65,000 കോടി രൂപയാണ്. കണക്ക് പൂർണ്ണമാണ്. അടുത്ത 24-25 കാലയളവിൽ കിട്ടിയത് 22.26 ലക്ഷം കോടിയാണ്. അടുത്തത് 25-26 കാലയളവിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിലെല്ലാം കൂടി കൊടുക്കുമെന്ന് പറഞ്ഞത് 25,60,000 കോടി രൂപയാണ്. എന്നാൽ സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോഴേക്കും നാളിതുവരെ കൊടുക്കും എന്ന് ഉറപ്പുള്ളതായ തുക 23,36,000 കോടി രൂപയാണ്. എന്നാൽ അടുത്ത സാമ്പത്തിക വർഷം ഞങ്ങൾ അങ്ങ് കൊടുത്ത് തള്ളിക്കളയുമെന്ന് പറയുന്ന തുക 26,21,000 കോടി രൂപയാണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഗ്രാഫാണ്. ഗ്രാഫ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി നികുതി വിഹിതം, സെൻട്രൽ സെക്ടർ സ്കീം, ഗ്രാന്റ്, ലോണ്, അങ്ങനെ പല വിഭാഗങ്ങളിൽ ലഭിക്കുന്ന പൈസയുടെ ടോട്ടൽ അളവ് കൂടുന്നൊരു ടെൻഡൻസിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാം കൂട്ടുകാരെ, 2026-27 കാലയളവിൽ കേന്ദ്ര സർക്കാരിന്റെ രണ്ടാമത്തെ വലിയ ചെലവ് ഏതാണ്? അത് പലിശയടവാണ്. വാങ്ങിക്കൂട്ടിയ കടങ്ങൾക്ക് എന്ത് കൊടുക്കണം? പലിശ അടയ്ക്കണം. 2024-25 കാലയളവിൽ അത് 11,15,000 കോടി രൂപയും 2025-26 കാലയളവിൽ സാമ്പത്തിക വർഷം പൂർത്തിയായിട്ടില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് 12,74,000 കോടി രൂപ എന്തിനു വേണ്ടിയാകും? പലിശ അടവിന് വേണ്ടിയാകുമെന്നാണ്. എന്നാൽ 2026-27 കാലയളവിൽ അതിനേക്കാൾ ഒരുപാട് കൂടുതലായി 14 ലക്ഷം കോടിയോളം രൂപ പലിശ അടവിന് വേണ്ടി ആകും എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അടുത്തത് 2023-24 കാലയളവ് വരെ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ചെലവ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ചെലവ് 2023-24 വരെ ആയിരുന്നത് പലിശ അടവ് ആയിരുന്നു. അടുത്തത്, കേന്ദ്ര ബഡ്ജറ്റിൽ ആകെ ചെലവിന്റെ എത്ര ശതമാനമാണ് ഇപ്പോൾ പ്രതിരോധത്തിന് വേണ്ടി നീക്കിവെക്കുന്നത്? നല്ല ക്വസ്റ്റ്യൻ ആണ്. 11%. 2025-26 കാലയളവിൽ ബഡ്ജറ്റ് ഇട്ടിരുന്നത് 4,91,000 കോടി രൂപയായിരുന്നു. 8%. അതായത് കേന്ദ്രം പ്രതിരോധത്തിന് വേണ്ടി നീക്കി വെച്ച തുക, ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്, ഇത്രയും രൂപ നമ്മൾ ബഡ്ജറ്റ് പ്രതിരോധത്തിന് വേണ്ടി എന്ത് ചെയ്തു, ചെലവഴിക്കുമെന്ന് ബഡ്ജറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ എഴുതി വെച്ചു. പക്ഷേ നാളിതുവരെ, അല്ലെങ്കിൽ 2025-26 സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോഴേക്കും 5,67,000 കോടിയോളം രൂപ പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ചെലവഴിക്കും, അല്ലെങ്കിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഇട്ടതിനേക്കാളും കൂടുതൽ തുക പ്രതിരോധത്തിന് വേണ്ടി 2025-26 കാലയളവ് എന്ത് ചെയ്തിട്ടുണ്ട്, ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും 26-27 കാലയളവിൽ പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിനേക്കാൾ കൂടുതൽ തുക ബഡ്ജറ്റിൽ വകയിരുത്തും. അങ്ങനെയാണ് 8 എന്നുള്ളത് എന്ത് ചെയ്തത്, 11% കൂടിയത്. അതുപോലെ തന്നെ 5,94,585 കോടി രൂപ, അല്ലെങ്കിൽ 5.94 lakh crores ആണ് ഇപ്പോൾ 2026-27 കാലയളവിൽ പ്രതിരോധത്തിന് വേണ്ടി നീക്കിവെക്കുന്നത്. അതുപോലെ തന്നെ ആകെ ചെലവിന്റെ 11% പ്രതിരോധത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത്, നീക്കിവെക്കുന്നത്. കൂടെ അടുത്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നിങ്ങൾക്കറിയാം, അതിന്റെ പേരിപ്പോൾ മാറ്റി. മാത്രമല്ല 100 എന്നുള്ളത് 125 ദിവസത്തെ തൊഴിൽ ദിനങ്ങളാക്കി. അപ്പോൾ പുതിയ പേരാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ, BBGRAM-G സ്കീം. കൂടാതെ അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് 95,692 കോടി രൂപയാണ്. ഇനി അതിനോടൊപ്പം തന്നെ പഴയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതിന്റെ ഭാഗമായി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ 30,000 കോടി രൂപയും എന്ത് ചെയ്തിട്ടുണ്ട്, അധികമായി വകയിരുത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ നേരെ പോകുന്നത് കൂട്ടുകാരെ ചില കമ്മികളും അതിന്റെ ശതമാനവും പറയാൻ വേണ്ടിയിട്ടാണ്. കമ്മികൾ പറയുന്നതിന് മുമ്പ് അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ ശതമാനം പറയാനായിട്ട് പോകാം. റവന്യൂ കമ്മി എന്ന് പറയുന്നത് സർക്കാരിന്റെ മൊത്തം റവന്യൂ ചെലവുകൾ എത്രയാണ്, അതിൽ നിന്നും റവന്യൂ വരവ് കുറയ്ക്കുന്നതാണ് എന്ത്, റവന്യൂ കമ്മി എന്ന് പറയുന്നത്. സർക്കാരിന്റെ റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത് നിത്യേന ഉണ്ടാകുന്ന ചെലവുകളാണ്. റവന്യൂ വരവ് എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ ടാക്സ് റെസീപ്റ്റ് ആണ്. ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും പിന്നെ നികുതി ഇതര വരുമാനങ്ങളും ചിലതുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേരുമ്പോഴാണ് റവന്യൂ
വരവ് വരുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് വാസ്തവത്തിൽ എന്ത്? റവന്യൂ കമ്മി. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, എന്താണ് ഫലപ്രദമായ റവന്യൂ കമ്മി അഥവാ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്? കഴിഞ്ഞ BDയുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, എന്താണോ റവന്യൂ കമ്മി, ആ റവന്യൂ കമ്മിയിൽ നിന്നും ഗ്രാന്റ് ഇൻ എയ്ഡ് ഫോർ ക്യാപിറ്റൽ അസറ്റ് ക്രിയേഷൻ, അതായത് കേന്ദ്ര സർക്കാർ റവന്യൂ കമ്മിയായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും റവന്യൂ വരവിൽ നിന്ന് തന്നെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക, ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രാന്റ് പണം ഉപയോഗിച്ച് സംസ്ഥാനങ്ങൾ എന്തുണ്ടാക്കുന്നുണ്ട്? സ്ഥിരം നിർമ്മിതികൾ ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കേന്ദ്രം സംസ്ഥാനത്തിന് ഗ്രാന്റ് കൊടുത്തു 600 കോടി രൂപ. കേരള സർക്കാരിന് കിട്ടിയ 600 കോടി രൂപ. ഈ 600 കോടി രൂപയിൽ 60 കോടി രൂപയ്ക്ക് കേരള സർക്കാർ 14 ജില്ലകളിലും പഞ്ചായത്ത് മന്ദിരങ്ങൾ പണിതു. അത് സ്ഥിര നിർമ്മിതിയല്ലേ? അപ്പൊ 60 കോടി രൂപ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഗ്രാന്റ് ഇൻ എയ്ഡ് ഫോർ ക്യാപിറ്റൽ അസറ്റ് ക്രിയേഷൻ ആയിട്ടാണ് കേന്ദ്രം കാണുന്നത്. ഈ 60 കോടി രൂപയുടെ തുക റവന്യൂ കമ്മിയിൽ നിന്നും കുറയ്ക്കുമ്പോഴാണ് യഥാർത്ഥ ഫലപ്രദമായ റവന്യൂ കമ്മി കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫലപ്രദമായ റവന്യൂ കമ്മി കിട്ടാൻ എന്ത് ചെയ്യണം? റവന്യൂ കമ്മിയിൽ നിന്നും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാന്റിൽ സ്ഥിരം നിർമ്മിതികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുക എന്ത് ചെയ്യണം? കുറയ്ക്കണം. അടുത്തത് ഫിസ്ക്കൽ കമ്മി അഥവാ കടമെടുക്കുന്ന തുക. കൂട്ടുകാരെ, ആകെ ചെലവ്, അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ ചെലവും ക്യാപിറ്റൽ ചെലവും മൂലധന ചെലവും എഴുതി കൂട്ടിയതിന് ശേഷം അതിൽ നിന്നും ഉറപ്പുള്ള വരുമാനം കുറയ്ക്കണം. ഉറപ്പുള്ള വരുമാനം എന്ന് പറയുന്നത് റവന്യൂ വരവ്, നികുതി വരുമാനം, നികുതി ഇതര വരുമാനം, റിക്കവറി ഓഫ് ലോൺ, കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വായ്പകൾ സംസ്ഥാനങ്ങൾ തിരിച്ചടച്ചത്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, കേന്ദ്രത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ, ഓഹരികൾ, മറ്റു വസ്തുവകകൾ കേന്ദ്രം വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന പൈസ. ഇത്രയും പൈസ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും കുറയ്ക്കുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. മനസ്സിലായില്ലേ? അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എപ്പോഴും, ചെലവ് എപ്പോഴും കൂടുതലായിരിക്കും, വരവ് എപ്പോഴും കുറവായിരിക്കും. ഈ ചെലവ് നിർവഹിക്കുന്നതിന് വേണ്ടി എത്ര രൂപ കടമെടുക്കണം എന്നുള്ളത് നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യും? മനസ്സിലാവും. ഫിസ്ക്കൽ കമ്മി കണ്ടെത്തുന്നതിലൂടെ മനസ്സിലാവും. ഫിസ്ക്കൽ കമ്മി നമ്മൾ എങ്ങനെ കണ്ടെത്തും? ആകെ ചെലവിൽ നിന്നും ഉറപ്പുള്ള വരുമാനം കുറയ്ക്കണം. ഉറപ്പുള്ള വരുമാനം എന്ന് പറയുന്നത് റവന്യൂ വരവ്, റിക്കവറി ഓഫ് ലോണ്, അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് പ്രൈമറി ഡെഫിസിറ്റ്. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അഥവാ പ്രാഥമിക കമ്മി എന്ന് പറയുന്നത് ഫിസ്ക്കൽ കമ്മി അഥവാ കടമെടുക്കുന്ന തുക, അതിൽ നിന്നും പലിശ അടവിന് വേണ്ടി ചെലവഴിക്കുന്ന തുക കുറച്ചാൽ കിട്ടുന്നതാണെന്ത്? പ്രാഥമിക കമ്മി അഥവാ പ്രൈമറി ഡെഫിസിറ്റ്. വാസ്തവത്തിൽ കടമെടുക്കുന്ന തുകയിൽ സ്ഥിര നിർമ്മിതികൾക്ക് വേണ്ടി എത്ര രൂപ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രൈമറി ഡെഫിസിറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. അടുത്തത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, ഫലപ്രദമായ മൂലധന ചെലവ്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു പുതിയ ടേമാണ്. തീർച്ചയായും പരീക്ഷകൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാൻ സാധ്യതയുണ്ട്. മൂലധന ചെലവ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനോടൊപ്പം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന സ്ഥിര നിർമ്മിതികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആ പൈസ, കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാന്റിൽ സ്ഥിര നിർമ്മിതികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പൈസ കൂട്ടിയാൽ കിട്ടുന്നതാണെന്ത്? എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ 5 കാര്യങ്ങൾ ക്ലിയർ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനത്തിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് മൂലധന ചെലവുകൾ, അതായത് സർക്കാരിൻ്റെ, കേന്ദ്രത്തിൻ്റെ മൂലധന ചെലവ് അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനോടൊപ്പം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നതിൽ സ്ഥിര നിർമ്മിതികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുക കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ ഫലപ്രദമായ റവന്യൂ കമ്മി, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്താണ്? അത് റവന്യൂ കമ്മിയിൽ നിന്നും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാന്റിൽ സ്ഥിര നിർമ്മിതികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പൈസ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ചില വാക്കുകളാണ്. അടുത്തത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചില കാര്യങ്ങളാണ്. ഈ ഫിസ്ക്കൽ കമ്മി അഥവാ കടമെടുക്കുന്ന തുക എന്ന് പറയുന്നത് GDPയുടെ 4.3%, അതായത് 2026-27 കാലയളവിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെയും സേവനങ്ങളുടെയും പണത്തിന്മേലുള്ള മൂല്യം, വലിയൊരു എമൗണ്ട് വരുമല്ലോ. ആ എമൗണ്ടിന്റെ 4.3% കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് സർക്കാരിന്റെ റവന്യൂ കമ്മി. റവന്യൂ വരവ് കുറവും റവന്യൂ ചെലവ് കൂടുതലും തമ്മിലുള്ള വ്യത്യാസമാണ് റവന്യൂ കമ്മി. അത് GDPയുടെ 1.5%. അടുത്തത് പ്രാഥമിക കമ്മി. പ്രാഥമിക കമ്മി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഫിസ്ക്കൽ കമ്മിയിൽ നിന്നും പലിശ അടവിന് വേണ്ടി ചെലവഴിക്കുന്ന തുക കുറച്ചാൽ കിട്ടുന്നതാണ് പ്രാഥമിക കമ്മി. അത് GDPയുടെ 0.7%.
അടുത്തത് ഫലപ്രദമായ റവന്യൂ കമ്മി. ഈ പറയുന്ന റവന്യൂ കമ്മിയിൽ നിന്നും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാന്റിൽ സ്ഥിര നിർമ്മിതികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പൈസ കുറച്ചാൽ കിട്ടുന്നതാണ് ഫലപ്രദമായ റവന്യൂ കമ്മി. അത് GDP-യുടെ 0.3%. ഇതിൽ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത് ഫിസ്ക്കൽ കമ്മി GDP-യുടെ എത്ര ശതമാനം? 4.3%. നമ്മൾ ഈ പറഞ്ഞത് ഏത് കാലയളവിലെയാണ്? 2026-27 കാലയളവിലെയാണ്. അടുത്തത് 25-26 കാലയളവിലെ റിവൈസ് എസ്റ്റിമേറ്റ് പ്രകാരം, ബഡ്ജറ്റ് അല്ല, റിവൈസ് എസ്റ്റിമേറ്റ് പ്രകാരം ഇന്ത്യയുടെ കടമെടുക്കുന്ന എമൗണ്ട് GDP-യുടെ എത്ര ശതമാനം വരും? 4.4% വരും. ഇതും പഠിച്ചോണം കൂട്ടുകാരെ, ശ്രദ്ധിക്കുക. കൂടെ മറ്റു കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു വരുന്നുവെന്ന് മാത്രം. 2025-26 കാലയളവിലെ ഇന്ത്യയുടെ റവന്യൂ കമ്മി GDP-യുടെ 1.5%. 2025-26 കാലയളവിൽ ഇന്ത്യയുടെ പ്രാഥമിക കമ്മി GDP-യുടെ 0.8%. 2025-26 കാലയളവിൽ ഇന്ത്യയുടെ ഫലപ്രദമായ റവന്യൂ കമ്മി GDP-യുടെ 0.6%. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കും. ബ്രാക്കറ്റിൽ 0.3 എന്ന് ഇട്ടിരിക്കുന്നത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് സമയത്ത് പ്രതീക്ഷിച്ചിരുന്നത് 0.3% ആയിരുന്നു. എന്നാൽ റിവേഴ്സ് എസ്റ്റിമേറ്റിന്റെ സമയത്ത് 0.6% ആണ്. ബാക്കിയെല്ലാം ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഇട്ടിരുന്ന സമയത്ത് എത്രയാണോ അത് തന്നെയാണ് ഇപ്പോഴുമുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. 4.4 ഫിസ്ക്കൽ കമ്മി, 1.5 റവന്യൂ കമ്മി, 0.8 പ്രാഥമിക കമ്മി. അടുത്തത് 2024-25 ഇത് മാത്രം നിങ്ങളൊന്ന് പഠിക്കുക. 24-25 കാലയളവിൽ പൂർത്തിയായ ഒരു സാമ്പത്തിക വർഷമാണ്. ആ കാലയളവിൽ ഇന്ത്യയുടെ ഫിസ്ക്കൽ കമ്മി GDP-യുടെ 4.8 ആയിരുന്നു എന്നുള്ളതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ കാണാതെ പഠിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കൂട്ടുകാരെ, കേന്ദ്രം ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന മന്ത്രാലയം നിതിൻ ഗഡ്കരിയുടെ മന്ത്രാലയമാണ്. 5,98,000 കോടി രൂപയാണ് കേന്ദ്രം നിതിൻ ഗഡ്കരിയുടെ മന്ത്രാലയത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതായത് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന് 5,98,000 കോടി. തൊട്ട് താഴെ 2ാം സ്ഥാനം മാത്രമേ ഇപ്പോഴും പ്രതിരോധത്തിനുള്ളൂ. 5,94,000 കോടി രൂപയാണ് കേന്ദ്രം പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. കൂട്ടുകാരെ, ഗ്രാമവികസനത്തിനാണോ നഗരവികസനത്തിനാണോ കൂടുതൽ പണം ചെലവഴിക്കുന്നത്? നഗരവികസനത്തിന് വേണ്ടി വെറും 85,000 കോടിയെ ചെലവഴിക്കുന്നുള്ളൂ. എന്നാൽ ഗ്രാമവികസനത്തിന് വേണ്ടി 2,73,000 കോടി രൂപ ചെലവഴിക്കുന്നുണ്ട്. ഓർക്കുക, ആഭ്യന്തര മന്ത്രാലയത്തിന് വേണ്ടി 2,55,000 കോടി രൂപ ചെലവഴിക്കുന്നുണ്ട്. കൃഷിക്ക് വേണ്ടി കൃഷിയും അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടി 1,62,000 കോടി രൂപ ചെലവഴിക്കുന്നുണ്ട്. ഓർക്കുക, എഡ്യൂക്കേഷന് വേണ്ടി ചെലവഴിക്കുന്ന എമൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന എമൗണ്ടും, വിദ്യാഭ്യാസത്തിന് വേണ്ടി 1,39,000 കോടി രൂപയും, ആരോഗ്യത്തിന് വേണ്ടി അഥവാ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി 1,04,000 കോടി രൂപയും ചെലവഴിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടി 1,39,000 കോടിയും ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി 1,04,000 കോടി രൂപയും ചെലവഴിക്കുന്നുണ്ട്. IT മേഖലയ്ക്ക് 74,000 കോടി, അതുപോലെ തന്നെ നീതി സോഷ്യൽ വെൽഫെയർ ആ മേഖലയ്ക്ക് വേണ്ടി 62,000 കോടി, സാമൂഹിക വികസനത്തിന് വേണ്ടി 62,000 കോടി രൂപ, സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി 55,000 കോടി രൂപയും എന്ത് ചെയ്യുന്നുണ്ട്, ചെലവഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് ഗതാഗത മേഖല എന്ന് വെച്ചാൽ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന് വേണ്ടിയിട്ടാണ്. 5,98,000 കോടി രൂപ, പ്രതിരോധത്തിന് വേണ്ടി 5,94,000 കോടി രൂപ, ഗ്രാമവികസനത്തിന് വേണ്ടി മൂന്നാമത് 2,73,000 കോടി രൂപ, വിദ്യാഭ്യാസത്തിന് വേണ്ടി 1,39, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി 1,04,000 കോടി രൂപ. മറന്നു പോകരുത്. അടുത്തത് കൂട്ടുകാരെ, ഇനി 2 ചോദ്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന കഴിഞ്ഞ ബഡ്ജറ്റിൽ നിന്നും കഴിഞ്ഞ വർഷം PSC ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ പദ്ധതികളൊന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ചോദ്യം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. 2025 കാലയളവിൽ കേന്ദ്ര ബഡ്ജറ്റിൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന, ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വസ്തുതകളും അതുപോലെ തന്നെ പദ്ധതികളും ഉൾപ്പെടുത്തി ഒരു ക്ലാസ് കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി അഥവാ ഇതിന്റെ 2ാമത്തെ ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.